നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ ദേവിക ബൈജു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. പാകിസ്ഥാനിൽ വൻ സ്ഫോടനം, 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. സ്ഫോടനം കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത ബലോച്ച് ലിബറേഷൻ ആർമി. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് ഇന്ന് ഒരാണ്ട്. ബന്ദികളെ ഇനിയും മോചിപ്പിക്കാതെ ഭീകരർ. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. തുടർ വിവാദങ്ങൾക്കിടയിൽ ഇന്ന് നിയമസഭ വീണ്ടും ചേരും. മലപ്പുറം പരാമർശങ്ങളും പൂരം കലക്കലും പി ശശി അൻവർ വിഷയങ്ങളും ആയുധമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. CPI സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. മനോജ് എബ്രഹാമിന് പുതിയ ചുമതല. അജിത് കുമാറിന് സായുധ പോലീസ് ബറ്റാലിയന്റെ ചുമതല. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകും. നീക്കം സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയതിന് പിന്നാലെ. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ സാധ്യതാ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ബംഗ്ലാദേശിനെതിരായ ആദ്യ 2020 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 128 റൺസ് വിജയലക്ഷ്യം മറികടന്നത് 49 പന്തുകൾ ശേഷിക്കെ. വനിതാ 2020യിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് മിന്നും ജയം. അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. പാകിസ്ഥാനിലെ കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വൻ സ്ഫോടനം, 2 പേർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിന് പുറത്ത് എണ്ണ ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബലോച്ച് ലിബറേഷൻ ആർമി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 2 പേർ മരിച്ചിട്ടുണ്ട്, 10ഓളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരങ്ങൾ വരുന്നത്. ഐസൺ ജോസ് ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഐസണിലേക്ക് എത്താം. പാകിസ്ഥാനിലെ കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വൻ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് എണ്ണ ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബലോച്ച് ലിബറേഷൻ ആർമി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ 10 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാനോ പരിക്കേറ്റവരുടെ എണ്ണം ഉയരാനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. നിലവിൽ എന്തായാലും ബലോച്ച് ലിബറേഷൻ ആർമി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്ഫോടന പരമ്പരകൾ നടക്കുന്നുണ്ട്. അട്ടിമറി സാധ്യതകൾ തന്നെയാണ്, ഭീകരാക്രമണ സാധ്യതകളും വലിയ രീതിയിൽ തന്നെ വരുന്നുണ്ട്. അത് തന്നെയാണ്. 2 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇനിയും മരണസംഖ്യ ഉയരുമോ എന്നൊരു ആശങ്ക കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ 10ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അവരുടെ ആരോഗ്യ നില എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഐസൺ. ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് എണ്ണ ടാങ്കറുകളാണ് അവിടെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ളൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ടോ?
തീർച്ചയായും ദേവിക, മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇന്ന് രാവിലെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 2 മരണമായി ഉയർന്നിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, ചൈനയിലെ നിരവധി ജീവനക്കാരുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ. ചൈനീസ് ഒറിജിനുള്ള ജീവനക്കാരുണ്ട്. അവരെല്ലാം തന്നെ അവർ എയർപോർട്ടിലെത്തി അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്ന ആ ഒരു സംഘത്തിനെയാണ് ഈ ബ്ലാസ്റ്റ് നടത്തിയ ബലൂജ് ലിബറേഷൻ ആർമി ലക്ഷ്യം വെച്ചത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ബലൂചിസ്ഥാൻ്റെ മോചനത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന ഈ സംഘടന തീവ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു ഭീകര സ്വഭാവമുള്ള ഒരു സംഘടന കൂടിയാണ്. അത്തരത്തിലൊരു ആക്രമണം, അതായത് ചൈനയുടെയും അതുപോലെ ചൈനയുടെ പിന്തുണയോടെ പാകിസ്ഥാനിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും എതിരായ ചില നിലപാടുകൾ ഈ പ്രസ്ഥാനം കൈക്കൊള്ളുന്നത് സ്വാഭാവികമായും കാലങ്ങളായി തുടർച്ചയായി കേൾക്കുന്ന ഒരു കാര്യവുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണത്തിനെ ഇവർ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. നിലവിൽ 2 പേർ മരിച്ചു, 10 പേർക്ക് പരിക്കേറ്റു. അവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്ന സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ബലോച്ച് ലിബറേഷൻ ആർമി ഇത് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ തുടർ സ്ഫോടനത്തിനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ സ്വകാര്യ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ സീക്രട്ട് അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ നീക്കങ്ങൾ നടത്തുന്നത്. ഇതും ഇനിയും തുടർന്ന് ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്നൊരു യാഥാർത്ഥ്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ആക്രമണം തന്നെയാണ് അവിടെ നടന്നത് എന്നതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ വേണ്ടതുണ്ട് എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഈ ബലൂചിസ്ഥാൻ ആർമി പോലുള്ള സംവിധാനങ്ങൾ ചില ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരത്തിലൊരു ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം നേരത്തെ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ സർക്കാരിനെതിരായ ഒരു തീവ്രവാദ ആക്രമണം നടക്കുന്നത് ഒരു സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം പാകിസ്ഥാൻ ഒരു തീവ്രവാദ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ സർക്കാരിനെതിരെ അവിടുത്തെ വ്യവസ്ഥയ്ക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നത് താരതമ്യേന കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതും അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ ചൈന ബന്ധത്തെ തകർക്കുക എന്നൊരു നീക്കം തന്നെയാണ്. ഈ ഒരു പ്രശ്നം വളരെ ഗൗരവതരമായി തന്നെ പാകിസ്ഥാനെയും ചൈനയ്ക്കെതിരുമായ ഒരു വികാരം ബലൂചിസ്ഥാനിൽ വളർന്നു വരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ ഒരു തീവ്ര സ്വഭാവത്തോടെ നേരിടുക എന്ന നിലപാടാണ് ഈ സംഘടന ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറേ നാളുകളായി അശാന്തി നിലനിൽക്കുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പൗരന്മാർ അടക്കം പലപ്പോഴും സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിച്ചിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്? തീർച്ചയായും അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് അറിയാവുന്നതാണ്, ഈ പാകിസ്ഥാൻ്റെ അടിസ്ഥാന സ്വഭാവം ഭീകരതയെ പിന്തുണയ്ക്കുന്നതാണ്. ജമ്മു കാശ്മീരിലും എല്ലാം തന്നെ നമ്മളത് നേരിട്ട് കാണുന്നതുമാണ്, അനുഭവിക്കുന്നതുമാണ്. അത്തരത്തിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തുടർച്ചയായി പാകിസ്ഥാൻ പിന്തുടരുകയും അതേ രീതിയിൽ തന്നെ അവിടുത്തെ സമൂഹം അവരോട് ഒരു സമൂഹത്തെ ആ തരത്തിൽ വളർത്തിയെടുക്കുകയും ചെയ്തതിൻ്റെ ഒരു അപകടം കൂടിയാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം, പാകിസ്ഥാനെ മുൻനിർത്തി ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പല ശക്തികളുടെയും നീക്കങ്ങൾ, ആ നീക്കങ്ങൾ വേണ്ടി വിട്ടുവീഴ്ചാപരമായ നിലപാടുകൾ അല്ലെങ്കിൽ അത്തരമൊരു അയൽ രാജ്യത്തിന് നേരെ ആദർശവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു ആശയപരമായ നിലപാട് പോലും പാകിസ്ഥാൻ സ്വീകരിക്കാത്തത് തന്നെയാണ് ഒരു പരിധിവരെ ഈ ആക്രമണ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ അവിടെ ഉയർന്നു വരാൻ കാരണം. നമുക്കറിയാവുന്നതാണ്, സാങ്കേതികമായി പറഞ്ഞാൽ പല വിദഗ്ധരും, അന്താരാഷ്ട്ര വിദഗ്ധരും അതുപോലെ തന്നെ രാഷ്ട്രമീമാംസാ വിദഗ്ധരും എല്ലാം തന്നെ പറയുന്നത്, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ അവിടുത്തെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളോട് പൂർണ്ണമായും കൂറു പുലർത്താത്ത വലിയൊരു ജനതയുടേത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസിൻറ്റിഗ്രേറ്റഡായ ഒരു സ്വഭാവം ആ രാജ്യത്തിനുണ്ട് നേരത്തെ തന്നെ. ആ ഡിസിൻറ്റിഗ്രേറ്റഡായ അടിസ്ഥാനപരമായ സ്വഭാവം തന്നെയാണ് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം തന്നെ കൊണ്ടുപോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു പരിധിവരെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ലഭ്യമാക്കുന്നതിന് അല്ലെങ്കിൽ ഇവരിൽ മേൽ ഈ ഭീകര സ്വഭാവമുള്ള അല്ലെങ്കിൽ ജനതയുടെ മേൽ കൂടുതൽ നിയന്ത്രണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഭാഗം കൂടിയാണ് പാകിസ്ഥാൻ്റെ ഭീകര അനുകൂല സമീപനം. തീർച്ചയായും ആ ഭീകര അനുകൂല സമീപനം പാകിസ്ഥാന് തന്നെ പലതവണ തിരിച്ചടിയായിട്ടുണ്ട്. ഇത് ഏറ്റവും പുതിയ ഉദാഹരണമായി മാത്രമാണ് നമുക്ക് കണക്കാക്കാനാവുന്നത്. ശരി ഐസൻ. പാകിസ്ഥാനിലെ കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വൻ സ്ഫോടനം, 2 പേർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിന് പുറത്ത് എണ്ണ ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബലോച്ച് ലിബറേഷൻ ആർമി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഐസൻ ജൂസാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ വാർഷികമാണിന്ന്. 1200-ലേറെ പേരെ കൊലപ്പെടുത്തി ഹമാസ് ഭീതി വിതച്ച ദിനത്തിന്റെ ഓർമ്മയിലാണ് ഇസ്രായേലും ലോകവും. ഹമസിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന ബന്ദികളുടെ മോചനം വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു.
ഇസ്രയേലിന് നേരെ 1500-ലേറെ ഹമസ് ഭീകരർ ആക്രമണം നടത്തിയതിൻ്റെ വാർഷികമാണ് ഇന്ന്. ഒക്ടോബർ 7 തെരഞ്ഞെടുത്ത് ആക്രമണം നടത്തിയതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? ആരെല്ലാം അവർക്ക് പിന്തുണ നൽകി? ആത്യന്തികമായി ഹമസ്, ഹിസ്ബുള്ള, ഹൂതി വിമത വിഭാഗങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? സങ്കീർണമായ പശ്ചിമേഷ്യൻ സാഹചര്യം ഉടലെടുത്തത് എങ്ങനെ? 2023 ഒക്ടോബർ 7-നാണ് ആക്രമണം നടന്നത്. നിരവധി പേർ കൊല്ലപ്പെടുകയും 250ഓളം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. 1200-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. പാരച്യൂട്ടുകളിലും മിനി വാനുകളിലുമായി ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയ ഹമസ് ഭീകരർ കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നൊടുക്കുകയായിരുന്നു. കഴുത്തറത്തും വെടിവെച്ചും കൊലപാതകങ്ങൾ അരങ്ങേറി. ബന്ദികളാക്കപ്പെട്ടവരിൽ 95ഓളം പേർ ഇപ്പോഴും ഹമസ് കസ്റ്റഡിയിലാണ്. ഈ അടുത്ത ദിവസം 6 വ്യക്തികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കേണ്ട നിസ്സഹായ സാഹചര്യവും ഇസ്രായേലിനുണ്ടായി. 100-ലേറെ ബന്ദികളെ ഇതുവരെ മോചിപ്പിക്കാനുമായി. രക്തച്ചൊരിച്ചിലിൻ്റെ തീരാവേദന ഇസ്രായേലിന് നൽകിയ ആക്രമണത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 1973 ഒക്ടോബർ 6-ന് അറബ് ശക്തികളെല്ലാം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. സീനായ് മലകളിലും ഗൊലാൻ കുന്നുകളിലും ഘോര യുദ്ധം ആരംഭിച്ചു. ഒക്ടോബർ 6 രാത്രി മുതൽ ഒക്ടോബർ 25 വരെ യുദ്ധം നീണ്ടു. ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്ത ഈജിപ്തും സിറിയയും പിൻവാങ്ങേണ്ടിയും വന്നു. ഈ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ഓർമ്മയ്ക്കാണ് യുദ്ധത്തിനായി ഈ ദിനം തിരഞ്ഞെടുത്തത്. 73-ൽ യോം കിപ്പൂർ ഒക്ടോബർ 7-നായിരുന്നു. ഇസ്രായേലിൻ്റെ പാപപരിഹാരത്തിനായി മോശ പ്രവാചകൻ 10 ദിവസം സീനായ് മലമുകളിൽ പ്രാർത്ഥനയിൽ മുഴുകിയതിൻ്റെ ഓർമ്മയാണ് യോം കിപ്പൂർ. തൊട്ടടുത്ത ദിവസമാണ് യഹൂദരുടെ പുതുവർഷം ആരംഭിക്കുന്നത്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് പുറകെ പലതവണ ഐക്യരാഷ്ട്രസഭ യോഗം ചേർന്ന് യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ടു. പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസാക്കപ്പെട്ടു. സെക്യൂരിറ്റി കൗൺസിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കൃത്യമായും ആവശ്യപ്പെട്ടു. എന്നാൽ ഹമസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടായിരുന്നു ഇസ്രായേലിൻ്റേത്. ഹമസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തി. തുടർന്നങ്ങോട്ട് നിരവധി ഹമസ് ഭീകരരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിനെതിരായ യുദ്ധം ഏറ്റെടുത്ത നേതാക്കന്മാർ ഓരോരുത്തരായി കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയും പിൻഗാമി ഹഷീം സഫീദും കൊല്ലപ്പെട്ടു. സിറിയയിലും ലബനനിലുമായി നിരവധി ഹിസ്ബുള്ള, ഹമസ് നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. വാർഷിക വേളയിൽ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് തന്നെയാണ് ഇസ്രായേൽ. ഹമസിനെയും ഹിസ്ബുള്ളയെയും ഇല്ലാതാക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നു. അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ബന്ദികളെ വിട്ടുകിട്ടാതെ പിന്നോട്ടില്ലെന്ന് ഉറച്ചു പറയുന്നു. ആക്രമണം പ്രതീക്ഷിച്ചുള്ള ജീവിതം വരും തലമുറയ്ക്ക് നൽകി കൈയൊഴിയാനില്ലെന്ന് ഇസ്രായേൽ ജനതയുടെ നിശ്ചയദാർഢ്യമാണ് 1-ാം വർഷത്തിലും തെളിഞ്ഞു കാണാനാകുന്നത്. എന്തായാലും ഇസ്രായേൽ ഗാസ സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഐസൻ ജോസിന്റെ ഭാഗത്തു നിന്നും എക്സ്പ്ലെയിനറിലൂടെ നൽകിയത്. നമുക്കറിയാം, ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് 1 ആണ്ട് തികയുകയാണ്. ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം സാധ്യമാകാതെ തിരിച്ചടി അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നതും. അതേസമയം ഹിസ്ബുള്ള ഭീകരർക്കെതിരായ ആക്രമണം ഇസ്രായേൽ തുടരുകയുമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 150 ഇടങ്ങളിലാണ് ആക്രമണം നടന്നത്. ഇസ്രായേലിനു നേരെ തൊടുത്ത മിസൈൽ വ്യോമസേന നിർവീര്യമാക്കുകയും ചെയ്തു. ഐസൻ ജൂസ് ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൻ, ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഒക്ടോബർ 7 ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഇസ്രായേൽ നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ ഉറച്ച കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നുള്ളതിൽ നിന്ന് പിന്മാറുന്നില്ല. ഇപ്പോഴും അത് തുടരുക തന്നെയല്ലേ? തീർച്ചയായും രോഹിണി, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാരുടെ സുരക്ഷ ഏറെ കൺസേൺ ആയൊരു കാര്യമാണ്. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയുള്ള നിലപാട്, ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ നീങ്ങില്ല എന്നതാണ് അതിൻ്റെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയൊരു രാജ്യത്ത് തങ്ങളുടെ പൗരന്മാരെ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന സംവിധാനങ്ങളെല്ലാം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് അവിടെ തന്നെ 95ഓളം പേർ ബന്ദികളായി ഇപ്പോഴും ബങ്കറുകളിൽ ഹമാസിൽ കഴിയുന്നു എന്ന ആ ഒരു ഭീതിതമായ സാഹചര്യത്തിൻ്റെ മുന്നിൽ നിന്നാണ് അവർ ഇപ്പോൾ ഈ യുദ്ധത്തെ നേരിടുന്നത്. സ്വാഭാവികമായും ശക്തമായ ഒരു ആക്രമണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നത് ഈ ആശയം അല്ലെങ്കിൽ ഈ നിലപാടുകൾ കൊണ്ട് തന്നെ, ഈ മനുഷ്യസ്നേഹപരമായ അവരുടെ പൗരന്മാരെ സ്നേഹിക്കുന്ന ഒരു നിലപാടിൽ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം വീണ്ടും ഉണ്ടായത്. അതായത് ഹമസ് ഏതാണ്ട് നിർവീര്യമായി കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് ഹിസ്ബുള്ള അതിശക്തമായ ഒരു ആക്രമണം നടത്തുകയും ആ ആക്രമണത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് അതിശക്തമായ തിരിച്ചടി ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ തുടരുകയായിരുന്നു. അത് വ്യോമാക്രമണമായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പേജ്
പേജർ പൊട്ടിത്തെറിച്ചതും അതുപോലെ തന്നെ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതും ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളും അതിനുശേഷം അതിശക്തമായ വ്യോമാക്രമണം തന്നെയാണ് നടന്നത്. പിന്നീട് കരയുദ്ധവും നടന്നു. ഈ കരയുദ്ധത്തിലും വ്യോമാക്രമണത്തിലുമായി ഇത്തരത്തിൽ നിരവധി പേർ, അതായത് ഹെസ്ബുള്ളയുടെ നേതാക്കൾ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ വധിക്കപ്പെട്ടു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല ഹിസ്ബുള്ളയ്ക്കെതിരെ അതിശക്തമായ ആക്രമണം തുടരുമ്പോഴും ഇന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് റോക്കറ്റ് ആക്രമണം ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനുള്ളിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 150ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിശക്തമായൊരു തിരിച്ചടി കരയുദ്ധത്തിലൂടെയും അതുപോലെ തന്നെ വ്യോമയുദ്ധത്തിലൂടെയും ഇസ്രായേൽ നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് കൃത്യമായ നിലപാടുകളുമായി, നമുക്കറിയാവുന്നതാണ് ഹിസ്ബുള്ളയായാലും ഹമാസ് ആയാലും ഹൂതി വിമതരായാലും ഏത് വിഭാഗമായാലും ഈ ഇസ്രായേലിനെ ചുറ്റും നിൽക്കുന്ന ഭീകര സ്വഭാവമുള്ള സംഘടനകൾക്കെല്ലാം തന്നെ പിന്തുണ നൽകുന്നത്, ഫണ്ടിങ് നൽകുന്നത് വളരെ കൃത്യമായി ഇറാനാണ്. ഈ ഇറാൻ നേരിട്ട് യുദ്ധത്തിലേർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായത്. ഇറാൻ നേരിട്ട് യുദ്ധത്തിലേർപ്പെടുകയും 181 കൃത്യമായ കണക്കുകളാണ് വന്നത്, 181 മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് വർഷിക്കുകയും ചെയ്തു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇതേ തുടർന്ന് വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ശക്തമായ അന്താരാഷ്ട്ര നിലപാടുകൾ ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഹിസ്ബുള്ളയുടെ ഇറാൻ്റെ ഈ ആക്രമണത്തെ അതിശക്തമായി ലോകരാഷ്ട്രങ്ങൾ അപലപിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് നിരവധിയായ പ്രശ്നങ്ങൾ, ഒരു പരിധിവരെ ഇസ്രായേലിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന പോലും തങ്ങളുടെ നിലപാടുകൾ മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിതരായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലിൽ വളരെ ചുരുക്കം മാത്രമാണ് ഇസ്രായേൽ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തവണ ബന്ദികളുടെ മോചനം, ഈ 251 ബന്ദികളെ കസ്റ്റഡിയിലെടുത്ത് ഹമാസ് ടണലുകളിൽ പാർപ്പിച്ചു കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി മുതൽ. അതിൽ നിരവധി പേരെ വെടിനിർത്തലിൻ്റെ എല്ലാം ഭാഗമായി വിട്ടയക്കുകയും പലരും മരിക്കുകയും ഈ അടുത്ത ദിവസം നമ്മൾ പറഞ്ഞതുപോലെ 6 പേരുടെ മൃതദേഹങ്ങൾ പോലും കണ്ടെടുക്കേണ്ട സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് ശേഷവും 95ഓളം ബന്ദികൾ ഇപ്പോഴും ടണലുകളിൽ കഴിയുന്നു എന്നതാണ് പ്രാഥമികമായൊരു കണക്ക് പുറത്തു വരുന്നത്. അത്തരത്തിൽ 95ഓളം മനുഷ്യരെ ഇത്തരത്തിൽ ബന്ധനസ്ഥരാക്കി 1 വർഷം ടണലുകളിൽ താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആക്രമണങ്ങൾ മുന്നേറുന്നത്. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു മുന്നേറ്റം, അന്താരാഷ്ട്ര തലത്തിലുള്ള പിന്തുണ ഇസ്രായേലിന് ലഭിച്ചില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഇന്നലെ അന്റോണിയോ ഗുട്ടറസ് ഇവരെ മോചിപ്പിക്കണം, ചുരുങ്ങിയ പക്ഷം റെഡ് ക്രോസിനെ ഇവരെ കാണാൻ, അതായത് ബന്ദികളെ നേരിട്ട് സന്ദർശിക്കാനും അവരുടെ ആരോഗ്യനില പരിശോധിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് 1 വർഷം നീണ്ടു നിന്നതിന് ശേഷമാണ്. അത്തരത്തിലുള്ള നിരവധിയായ അവഗണനകൾ നേരിട്ടൊരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ എന്നതിൽ തർക്കമില്ല. അത്തരത്തിലൊരു അവഗണനയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുടെ കൃത്യമായ പിന്തുണ ഇസ്രായേലിന് ലഭിക്കുകയും ചെയ്തു. ഇസ്രായേലിനൊപ്പം എന്ന് അമേരിക്ക ആവർത്തിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യങ്ങളിൽ അമേരിക്ക വളരെ ശക്തമായൊരു സൈനിക സംവിധാനം ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കായി ഒരുക്കുകയും ചെയ്തു. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് മേധാവി അവിടെ എത്തുന്നു. അതുപോലെ തന്നെ നിരവധി സൈനിക സംവിധാനങ്ങൾ എത്തുന്നു. മെഡിറ്ററേനിയനിലും ചെങ്കടലിലുമെല്ലാം തന്നെ സൈനിക വിന്യാസം ശക്തമാകുന്നു. സൈനികത്തിൻ്റെ എണ്ണം, അതായത് സൈനികരുടെ എണ്ണം 10,000-ലേറെ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുകയായിരുന്നു അമേരിക്ക, പലയിടങ്ങളിൽ നിന്നുള്ള റീഡിപ്ലോയ്മെൻറ്റുകൾ വഴി. അത്തരത്തിൽ ശക്തമായൊരു പിന്തുണ അമേരിക്ക നൽകിയതിന് ശേഷം തന്നെയാണ് ഇന്ന് ഏറ്റവും നിർണായകമായൊരു ദിവസത്തെ നേരിടാൻ ഇസ്രായേൽ ഒരുങ്ങിയത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ മറ്റ് ആക്രമണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ ഏറെ വേദനയോടെ അന്ന് നഷ്ടപ്പെട്ട ജീവനുകൾ 1205 പേർ മരിച്ചു എന്നാണ് കൃത്യമായ കണക്കുകൾ പുറത്തു വന്നത്. 1205 പേർ മരിച്ച് അത് സമാനമായി അതിശക്തമായ തിരിച്ചടിയിൽ 43,000 പേർ വീണ്ടും പലസ്തീൻ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റു ഹൂതി വിമതരുടെ എല്ലാ മേഖലകളിൽ പല ആക്രമണങ്ങളും നടക്കുകയുണ്ടായി. അതിനെല്ലാം തന്നെ അഭിസംബോധന ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഇസ്രായേലിന് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. തീർച്ചയായും തങ്ങളുടെ പൗരന്മാരിലെ വലിയൊരു സംഖ്യ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ ബന്ദികളാക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ആ ബന്ദികളെ മോചിപ്പിച്ച് അല്ലാതെ സമാധാനമില്ല എന്ന നിലപാടാണ്. സമാധാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനപ്പുറത്തല്ല. അതുകൊണ്ട് തന്നെ 95ഓളം ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷം മാത്രം വെടിനിർത്തലിനെക്കുറിച്ച് ആലോചിക്കാനുള്ള താല്പര്യമുള്ളൂ എന്ന കർശന നിലപാടിൽ തന്നെ ഇസ്രായേൽ ഈ 1-ാം വർഷത്തിൽ തുടരുകയാണ്. നമുക്കറിയാവുന്നതാണ്, അന്ന് ഒക്ടോബർ 7-ന് അതിശക്തമായ ആക്രമണം നടത്തുന്നത് പാരഷൂട്ട് വഴിയും അതിവിചിത്രമായൊരു ആക്രമണ രീതിയായിരുന്നു അന്ന് ദൃശ്യങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നത്. തീർത്തും ലോക സമൂഹം തന്നെ പൂർണ്ണമായും അമ്പരന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം നമുക്ക് അറിയാവുന്നതാണ്, പല ഏരിയൽ ഡിഫൻസ് സംവിധാനങ്ങൾ, അതിപ്പോൾ വ്യോമസേനയുടെ രീതിയിലുള്ള ആക്രമണങ്ങളെല്ലാം ആയാൽ തന്നെ അതിശക്തമായി പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ മനുഷ്യ ചാവേറുകൾ അവിടെ എത്തിപ്പെടുകയായിരുന്നു ഒക്ടോബർ 7-ാം തീയതി. ഈ ചാവേറുകൾ
മിസൈലുകളുടെ ആക്രമണമാണ് അപ്രതീക്ഷിതമായി മാറിയത്. ആ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ക്രൂരമായ ആക്രമണം നടന്നു. നമുക്ക് ഭാരതത്തിലൊക്കെ കൃത്യമായി അതിനെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ഭാരതത്തിൽ അത്തരം നടപടികളെല്ലാം തന്നെ UAPA കേസെടുക്കുന്ന ആ കുറ്റകൃത്യങ്ങളാണ്. അതായത് അത്രയും ബ്രൂട്ടലായ കുറ്റകൃത്യങ്ങൾ, കഴുത്തറക്കുക, കുത്തിക്കൊല്ലുക, അത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതക രീതികളെല്ലാം തന്നെയാണ് അവർ ആവർത്തിക്കുകയും ചെയ്തത്. അത്തരത്തിൽ അതിശക്തമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തിയതിൻ്റെ വാർഷികത്തിൽ കൃത്യമായും ആ ദുഃഖത്തിലും അതുപോലെ തന്നെ ആ ആക്രമണത്തിന് തിരിച്ചടി നൽകുകയും ബന്ദികളുടെ മോചനം ലഭ്യമാക്കുകയും വേണമെന്ന് കൃത്യമായി ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന് കൂടെ നിൽക്കുന്നു എന്നാണ് ഇന്ന് ഈ ഒക്ടോബർ 7 ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവ വികാസം. ഐസൻ, വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ തവണ ആക്രമണം നടത്തുമ്പോഴും ഇസ്രയേൽ കൃത്യമായൊരു മുന്നറിയിപ്പ് അവിടെ നൽകും എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം ലെബനനിലെ സാധാരണ ജനങ്ങളെ അല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളോടല്ല യുദ്ധമെന്ന് ഇസ്രയേൽ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ള പോലെയുള്ള ഭീകരവാദ സംഘടനയോട് മാത്രമാണ് തങ്ങളുടെ യുദ്ധമെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് പറയുമ്പോഴും അവിടുത്തെ സാധാരണ ജനങ്ങളെ മാറ്റാതെ, അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരെ ബലി കൊടുത്തുകൊണ്ട് ഇസ്രയേലിനെ മോശം ഒരു ഇമേജ് നൽകാനായി പലപ്പോഴും ശ്രമിക്കുന്നതായി നമ്മൾ പരിശോധിച്ചു വന്നതാണ്. അത്തരമൊരു നിലപാട് ഹമസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നു. സ്വന്തം പൗരന്മാരെ പോലും ബലി കൊടുത്തുകൊണ്ട് അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെയുള്ള ഒരു ആയുധമാക്കാൻ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യവും കൂടി നമ്മൾ കാണേണ്ടതില്ലേ? തീർച്ചയായും ദേവിക, നമുക്ക് അറിയാവുന്നതാണ് ഇത്തരം ഭീകര സംഘടനകൾ, അതായത് ഈ മേഖലയിലെ ഭീകര സംഘടനകളുടെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെയാണ് ഈ മനുഷ്യ കവചങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ ഷീൽഡ് എന്നൊക്കെ റെഫർ ചെയ്യപ്പെടുന്ന സംവിധാനങ്ങൾ. അതായത് മനുഷ്യർ താമസിക്കുന്ന, വലിയ ജനങ്ങൾ താമസിക്കുന്ന സ്കൂളുകൾ, കെട്ടിടങ്ങളുടെ ഇടയിൽ, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ ഇടയിലെല്ലാം, സ്കൂളുകളെല്ലാം തന്നെ വലിയ ജനസമൂഹത്തിൻ്റെ നടുവിലായിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമാണത്. അത്തരത്തിലുള്ള സ്കൂൾ കെട്ടിടത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മിസൈൽ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക, അത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നായാലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നായാലും ജനപദങ്ങളിലാണ് അവരുടെ ഈ സൈനിക വിന്യാസങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ചെറിയ വീടുകളിലും മറ്റും മനുഷ്യർ താമസിക്കുന്ന വീടുകൾക്കോട് ചേർന്ന് പണിയുന്ന ചെറിയ മുറികളിലെല്ലാം വൻ മിസൈലുകൾ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഹിസ്ബുള്ള സ്വീകരിച്ചത് ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ ജനപദങ്ങളിൽ മനുഷ്യ കവചങ്ങളെ സൃഷ്ടിച്ച് മനുഷ്യ കവചങ്ങളെ ഉണ്ടാക്കി തങ്ങളുടെ ആക്രമണം നടത്തുന്ന ഒരു രീതി, അത് വ്യവസ്ഥാപിതമായ ഒരു സൈനിക സംവിധാനത്തിന് ഒരിക്കലും സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മിലീഷ്യകളെ, അതായത് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള മിലീഷ്യകളെ ലോകം അംഗീകരിക്കാത്തതിൻ്റെ അടിസ്ഥാന കാരണവും ഈ മനുഷ്യ കവചങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണം തുടർച്ചയായി നടത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ആക്രമണം തുടർച്ചയായി പിന്തുടരുന്നൊരു സാഹചര്യം ഹമാസിൻ്റെ ഭാഗത്തു നിന്നായാലും ഏത് വിഭാഗങ്ങളുടെയോ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് വളരെ കൃത്യമായും അത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷയമാണ്. അത് വടക്കൻ മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു പോകണം, ബെയ്റൂട്ട് മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു പോകണമെന്ന കൃത്യമായ മുന്നറിയിപ്പ് അതൊരു വ്യവസ്ഥാപിത സംവിധാനമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രവും ആ രാഷ്ട്രത്തിൻ്റെ വ്യവസ്ഥയിലുള്ള യൂണിഫോം ധരിച്ച സൈനികരുമാണ്. അത്തരത്തിലുള്ള യൂണിഫോം ധരിച്ച സൈനികർ വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്നുണ്ടാകുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ കൃത്യമായും അത് ലോക ധാരണകൾക്കനുസരിച്ച് അവർ മുന്നേറുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിരവധി തവണ ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ലെബനനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകേണ്ടതില്ല, അവിടെ തന്നെ തുടരാൻ നിർദ്ദേശിക്കുന്നു. സ്വാഭാവികമായും പ്രതിസന്ധിയിലാക്കുന്നു. ഒരു പരിധിവരെ വൻതോതിലുള്ളൊരു കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകാനുള്ള കാരണവും ഈ മനുഷ്യ കവചങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. അത് വ്യോമാക്രമണം നടത്തുകയാണെങ്കിൽ വ്യാപകമായി മനുഷ്യർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് തെരഞ്ഞു പിടിച്ചാക്രമിക്കേണ്ട, അതായത് ആർട്ടിലറി എല്ലാം തന്നെ കൃത്യമായി പ്രവർത്തിക്കേണ്ട, കാലാൾപ്പടയെല്ലാം പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാക്കി വെച്ച ഒരു പ്രശ്നമാണ് ദേവിക ചൂണ്ടിക്കാട്ടിയത്. അത്തരം നീക്കങ്ങൾ സ്വാഭാവികമായും അവർ നടത്തുന്നു. ലെബനനിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം കൂടി അറിയിക്കേണ്ടത്, ലെബനനിലെ നിലവിലെ വ്യവസ്ഥാപിതമായ ഒരു സർക്കാർ ഈ ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടു. 2006 UN-ലെ പ്രമേയം നടപ്പാക്കാം, അതായത് ലിറ്റാനി നദിയുടെ തീരത്ത് ഒരു ബഫർ സോൺ ഉണ്ടാക്കുന്നതിനുള്ള നീക്കങ്ങൾ, അത്തരത്തിലുള്ള ധാരണകളിലേക്കെല്ലാം നീങ്ങാമെന്ന ഒരു നിലപാട് കൂടി ലെബനനിലെ പ്രധാനമന്ത്രി അറിയിച്ച ഒരു സംഭവ വികാസം കൂടി ഈ ഒക്ടോബർ 7 ഏറെയധികം ഓർമ്മിക്കേണ്ടതാണ്. അതെ, ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് ഇന്ന് ഒരാണ്ട് തികയുമ്പോൾ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ തുടച്ചു നീക്കും, ഭീകരവാദത്തെ അപ്പാടെ തുടച്ചു നീക്കുമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസവും നമ്മുടെ ഏറ്റവും വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ സംഭവം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. അജിത് കുമാറിനെ ബറ്റാലിയൻ ADGP സ്ഥാനത്തേക്കാണ് മാറ്റിയത്. മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല. വി വിനീഷ് ഉണ്ട് വിവരങ്ങൾ
വിവരങ്ങളുമായി വിനീഷ. ഇന്നലെ തന്നെ അർദ്ധരാത്രിയിൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് ചർച്ചയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. മുഖ്യമന്ത്രി മടങ്ങിയതിനു ശേഷം തന്നെ ഉടൻ തന്നെ ഉത്തരവ് പുറത്തേക്ക് വരുന്നു. എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്ന ഉത്തരവ് വരുന്നു. അതിന് പിന്നാലെ മനോജ് എബ്രഹാമിനാണ് പുതുതായി ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്നത് എന്നൊരു ഉത്തരവും കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് മേലുള്ള CPIയുടെ സമ്മർദ്ദം, RJDയുടെ സമ്മർദ്ദം, ഈ രണ്ട് സമ്മർദ്ദമാണ് ഘടകകക്ഷിക്കുള്ളിൽ നിന്ന് CPMന് നേരിടേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ തത്വത്തിൽ ഒരു ട്രാൻസ്ഫർ എന്ന് മാത്രമേ ADGPക്കെതിരായ ആ ഒരു നടപടിയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ബറ്റാലിയന്റെ അഡീഷണൽ ചുമതല നേരത്തെ തന്നെ ADGP M.R. അജിത് കുമാറിന് ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത് മാത്രം ഫോക്കസ് ചെയ്യേണ്ട അടിസ്ഥാനത്തിലേക്ക് അഡീഷണൽ ചുമതലയിൽ നിന്ന് മാറ്റി പൂർണ്ണ ചുമതല നൽകി എന്ന് മാത്രമാണ് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും M.R. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുൻപായി CPIയിൽ നിന്ന് വിമർശനങ്ങൾ ശക്തമായി തന്നെ M.R. അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇടതുമുന്നണി യോഗത്തിലും ശക്തമായ നിലപാട് M.R. അജിത് കുമാറിനെതിരെ എടുക്കുന്ന ഒരു സാഹചര്യം, CPI നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ RJD M.R. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിർദ്ദേശം CPIയും RJDയും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി M.R. അജിത് കുമാറിനെ നേരത്തെ അഡീഷണൽ ചുമതലയായിരുന്നു ബറ്റാലിയൻ ഉണ്ടായിരുന്നെങ്കിൽ അത് സ്ഥിരം ചുമതലയായി മാറ്റിയിരിക്കുന്നു എന്നതിനപ്പുറം മറ്റൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായി എന്തായിരുന്നാലും നിലവിൽ CPIക്കെങ്കിലും തങ്ങളുടെ മാനം രക്ഷിക്കാനായിട്ടുള്ള ഒരു അവസരം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരുക്കി കൊടുത്തു എന്നതാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. രാഷ്ട്രീയമായുള്ള ഒരു ഇടപെടൽ, CPIയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിലുണ്ടായി. അത് വിജയിച്ചിരിക്കുന്നു എന്ന് CPIക്ക് ആശ്വസിക്കാം എന്നതിനപ്പുറം ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നോ എന്നത് കാര്യത്തിൽ സംശയങ്ങളുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രമസമാധാന ചുമതലയും ഒപ്പം തന്നെ ബറ്റാലിയന്റെ അഡീഷണൽ ചുമതലയുമായിരുന്നു നേരത്തെ ADGP M.R. അജിത് കുമാറിന് ഉണ്ടായിരുന്നതെങ്കിൽ അത് പൂർണ്ണ ചുമതലയായി, അഡീഷണൽ ചുമതല മാറ്റി അത് പൂർണ്ണ ചുമതലയായി നൽകിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി മറ്റു അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുകളെയോ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷനുകളെ അത് ബാധിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ഒരു സാധാരണ ട്രാൻസ്ഫറായി മാത്രമാണ് നമുക്ക് ഈ M.R. അജിത് കുമാറിനെതിരെ ഉയർന്ന നടപടിയെ വിലയിരുത്താൻ സാധിക്കുക. എന്തായിരുന്നാലും ഈ കാര്യങ്ങൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് പ്രതിപക്ഷത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ, സഭയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ പിടിച്ചു നിൽക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടുകൂടി തൽക്കാലത്തേക്കെങ്കിലും CPIയുടെ വാവ് മൂടിക്കെട്ടാൻ സാധിച്ചു, RJDയുടെ വാവ് മൂടിക്കെട്ടാൻ സാധിച്ചു എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. യെസ്, അത് തന്നെയാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് M.R. അജിത് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. അജിത് കുമാറിനെ ബറ്റാലിയൻ ADGP സ്ഥാനത്തേക്കാണ് മാറ്റിയത്. മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകുമ്പോഴും വിനീഷ് പറഞ്ഞു വെക്കുന്നത് ഒരു പുതിയ അധികാരം എടുത്തു മാറ്റി നിലവിലുള്ള അധികാരത്തിൽ തന്നെ ADGP M.R. അജിത് കുമാറിനെ നിലനിർത്തി എന്ന് തന്നെയാണ്. ഒരു സെക്ഷൻ കൂടി കൊടുത്തു എന്നുള്ള തരത്തിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും വിവാദങ്ങൾക്കൊരു താൽക്കാലിക വിരാമമിടാനുള്ള ശ്രമമാണ്. ഒപ്പം CPIയുടെ സമ്മർദ്ദവും ഉണ്ട്. തുടർ വിവാദങ്ങൾക്കിടയിൽ ഇന്ന് നിയമസഭ വീണ്ടും ചേരും. ഫോൺ ചോർത്തൽ, വയനാട് ദുരന്തം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയും. മലപ്പുറം പരാമർശങ്ങളും പൂരം കലക്കലും ADGP P. ശശി, അൻവർ വിഷയങ്ങളും ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഇന്ന് നിയമസഭ സമ്മേളിക്കുമ്പോൾ വിവാദ വിഷയങ്ങളടക്കം ചർച്ചയ്ക്ക് വരും. പ്രതിപക്ഷം ആഞ്ഞടിക്കും. മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച സഭ ചേർന്നെങ്കിലും അന്നത്തേക്ക് അനുശോചനം രേഖപ്പെടുത്തി പിരിയുകയായിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇന്നു മുതൽ വീണ്ടും സഭ സജീവമാകുമ്പോൾ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നില്ലേ? ഇരുവർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നു മുതൽ സഭയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും എല്ലാമുള്ള സാധ്യതയുണ്ട്. സാധാരണ
മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പരിഹാസച്ചിരിയും പാർട്ടിയിലും മുന്നണിയിലും കാര്യമായ മറുപടികളും നൽകാതെയാണ് ഈ വിവാദങ്ങളിലെ നിലപാടുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് അതിന് സാധ്യമാകില്ല. കാരണം ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ ആരോപണങ്ങൾക്കും ഒക്കെ നിയമസഭയിൽ മറുപടി പറയേണ്ട ഭരണഘടനാപരമായ ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിവാദ വിഷയങ്ങൾ ഓരോന്നായി സഭയുടെ തളത്തിലേക്ക് എത്താൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് സഭയുടെ ആദ്യത്തെ ദിവസം വയനാട് ദുരന്തബാധിതർക്ക് അനുശോചനം അർപ്പിച്ച് സഭ പിരിയുകയാണ് ഉണ്ടായത്. ഇന്നാണ് യഥാർത്ഥത്തിൽ സഭയിൽ പ്രവർത്തനങ്ങൾ, ബിസിനസ്സുകൾ ഇന്നു മുതലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അടിയന്തര പ്രമേയമായി എന്തെത്തുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത്. കാരണം ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എല്ലാം ഒറ്റ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പോകില്ല. കാരണം 5 ദിവസം ഇനിയും സഭ ചേരാനുണ്ട്. ഓരോ ദിവസങ്ങളിലായി വിവാദ വിഷയങ്ങൾ ഉന്നയിക്കാൻ തന്നെയായിരിക്കും UDFന്റെ തീരുമാനം. പക്ഷേ ഈ പ്രധാനപ്പെട്ട ആദ്യത്തെ ദിവസത്തെ എന്ന രീതിയിൽ ഇന്ന് എന്ത് വിഷയമാണ് അടിയന്തര പ്രമേയം ഉന്നയിക്കുക എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. കാരണം UDFന്റെ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന് മാത്രമായിരിക്കും, അത് സഭ ചേരുന്നതിന് തൊട്ട് മുൻപാണ് പാർലമെന്ററി യോഗം ചേരുക. ആ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും അടിയന്തര പ്രമേയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ സെപ്റ്റംബർ 21 നടത്തിയ വാർത്താ സമ്മേളനം, തുടർന്ന് ഹിന്ദു പത്രത്തിലുമൊക്കെ നടത്തിയ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും PR ഏജൻസി വിവാദവുമായിരിക്കും നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഇന്നത്തെ ദിവസം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് KT ജലീലിനെ പോലെ ഒരു നേതാവ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളും ഈ പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു അതിനൊരു പ്രത്യേക രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ UDFന് കഴിയുന്നൊരു വിഷയമാണ്. അത് കൂടുതൽ കത്തിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നേട്ടം UDFന് ഉണ്ടാക്കാൻ കഴിയും, മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തൽ UDFനുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഓരോ ആരോപണങ്ങളായി രംഗത്ത് വരുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ PV അൻവറിന്റെ വിവിധ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും നിലനിൽക്കുന്നു. അതിൽ ADGPക്കെതിരായിട്ടുള്ള നടപടിയുടെ പോരായ്മ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് സഭയിൽ പ്രതിഷേധമുയർത്താം, അല്ലെങ്കിൽ അടിയന്തര പ്രമേയമൊക്കെ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ P ശശിക്കെതിരായ ആരോപണങ്ങൾ, ഈ PR വിവാദം ഓരോന്നോരോന്നായി എടുത്തു കാണിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ചോദ്യോത്തര വേള മുതൽ നിയമസഭയിൽ ഇന്ന് പ്രതിഷേധമാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളത്. കാരണം 3 വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ചോദ്യോത്തര വേളയിൽ നേരിട്ട് മറുപടി പറയേണ്ടി വരും. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിൽ ഒന്ന് PV അൻവറിന്റെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലിൽ സ്വീകരിച്ച നടപടികളടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ചോദ്യങ്ങളായി ഉള്ളത് ഈ അൻവർ ഫോൺ ചോർത്തൽ നടത്തിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഒളിച്ചുകളി തുടർന്ന സർക്കാരിന് അൻവർ ഈ രീതിയിൽ ഫോൺ ചോർത്തൽ നടത്തിയോ എന്ന് വ്യക്തമാക്കേണ്ടി വരും. നടത്തിയെങ്കിൽ അൻവറിന് ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, പോലീസിന്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി സഭയിൽ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ തയ്യാറാക്കിയ നിവേദനത്തിലെ ചില അശാസ്ത്രീയതകളൊക്കെ മാധ്യമ വാർത്തകളാകുകയും പിന്നീട് മുഖ്യമന്ത്രി അതിനെ പരിഹസിക്കുന്ന രീതിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന് വീഴ്ച പറ്റിയോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളായി പൂഴ്ത്തിവെച്ചതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും പ്രതിപക്ഷം സഭയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി നൽകിയിട്ടുണ്ട്. അതിനെല്ലാം മുഖ്യമന്ത്രി തന്നെ സഭയിൽ ഇന്ന് മറുപടി നൽകേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ടി വരും. അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്ന വിഷയത്തിലും മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കേണ്ടി വരും. ഇത്രയും കാലം സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ ഒഴുക്കൻ മട്ടോ അല്ലെങ്കിൽ കാര്യമായ പ്രതികരണം ഇല്ലാത്ത രീതികളോ ഇനി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇന്ന് മുതൽ വരുന്ന ദിവസങ്ങളിൽ 15-ാം തീയതി വരെയാണ് സഭ സമ്മേളിക്കുന്നത്. ആ 7 ദിവസം കൃത്യമായി സഭയിൽ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനുണ്ട്. പ്രക്ഷുബ്ധമായ അവസ്ഥ തന്നെയായിരിക്കും ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ തർക്കമില്ല. അത് എത്രത്തോളം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം കഴിഞ്ഞ ദിവസം ADGPക്കെതിരെ ഉണ്ടായ നടപടി. ആ നടപടിയുടെ അതൊരു നടപടിയായി പോലും വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന. ഒരു സാധാരണ ട്രാൻസ്ഫർ എന്നതിനപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല എന്ന് പോലും വിലയിരുത്തലുകളുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇത് ഉന്നയിച്ച CPIയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി, അല്ലെങ്കിൽ CPIയെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള നടപടി എന്ന രീതിയിലൊക്കെയുള്ള ആരോപണങ്ങളുമൊക്കെ സഭയിൽ ഉന്നയിക്കുമെന്നുള്ളതാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ നടപടി വൈകിയതിൽ ഇപ്പോഴും ഈ CPIയിലും CPMനകത്ത് പോലും അതൃപ്തിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് പോലും അതൃപ്തിയുണ്ട്. ഈ സാഹചര്യത്തിൽ ADGPക്കെതിരായ നടപടി ഉണ്ടായില്ല, അല്ലെങ്കിൽ CPIയെ സർക്കാർ പറ്റിച്ചു എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാം. അത് കൂടുതൽ CPIക്ക് അതിൽ കൂടുതൽ പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ആകെ മൊത്തം സർക്കാരിനെ
സർക്കാരിനെയും മുന്നണിയെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ UDF-ന് ഒരുപാട് വിഷയങ്ങളുണ്ട്, തുടർച്ചയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവർ സഭയിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഭരണപക്ഷത്തിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രീയ കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചതിന് ശേഷം PV അൻവർ ആദ്യമായി സഭയിൽ എത്തുകയായിരിക്കും. ഇന്ന് അദ്ദേഹം സഭയിൽ എത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗതുകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ ഇന്ന് കാണേണ്ടി വരും. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അൻവറിനെ സഭയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയും സർക്കാരും ഏത് രീതിയിൽ സഭയിൽ മറുപടി നൽകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെ വളരെ രാഷ്ട്രീയ കൗതുകങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് CPI-യും ഈ രീതിയിൽ സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം എങ്ങനെയെങ്കിലും ഈ നടപടി ഒന്ന് കഴിഞ്ഞു കിട്ടിയല്ലോ, ഞങ്ങൾ പറഞ്ഞ കാര്യമൊന്നും നടത്തി സാധിച്ചല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ബിനോയ് വിശ്വമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഓർഡറൊക്കെ കൂടുതൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ADGP മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളൊക്കെ കൂടുതൽ ചർച്ചയാക്കുന്ന സാഹചര്യത്തിൽ CPI ഒരു പ്രതിരോധത്തിൽ നിൽക്കുകയാണ് എന്ന് നമുക്കൊരു തരത്തിൽ വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം CPI വലിയ രീതിയിൽ നിലപാടെടുത്തെങ്കിലും കാര്യമായൊരു നടപടി MR അച്യുത് കുമാറിനെതിരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയെങ്കിലും മുൻപുണ്ടായിരുന്ന ബറ്റാലിയനുകളുടെ അഡീഷണൽ ചുമതല അത് പൂർണ്ണ ചുമതലയായി മാറ്റി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ വളരെ കൂടുതൽ വിവാദങ്ങൾ ഈ പറയുന്ന 7 ദിവസം നീളുന്ന സഭയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഈ സമ്മേളന കാലയളവിൻ്റെ ഒരു പ്രത്യേകത. അതെന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രത്യാരോപണങ്ങളൊക്കെ സഭയെ ചൂടുപിടിപ്പിക്കുകയും ചെയ്യും. ശരി, എന്തായാലും വിവാദ വിഷയങ്ങൾ ഇന്ന് ചർച്ചാ വിഷയമാകുമോ എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ ഇത്തരം വിവാദ വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷം ആഞ്ഞടിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതിനൊക്കെ മറുപടി പറയുമോ മുഖ്യമന്ത്രി? ഇത് ഏതു രീതിയിലായിരിക്കും ഇടതുപക്ഷം പ്രതിരോധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടുന്ന കാര്യം തന്നെയാണ്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. രോഹിണി, രാജ്യമാകെ നവരാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5ാമത്തെ ദിനമാണ്. സ്കന്ദമാതാ രൂപത്തിലാണ് ഇന്ന് ദേവിയെ ഉപവസിക്കുന്നത്. നവരാത്രി ആഘോഷ വാർത്തകളിലേക്ക്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സഹസ്ര മഹാലക്ഷ്മി യജ്ഞം ഭക്തി നിർഭരമായി മാറി. ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് മഹാലക്ഷ്മി യജ്ഞം സംഘടിപ്പിച്ചത്. നാരീശക്തി രൂപിണിയായ ഭഗവതിയെ സർവവും സമർപ്പിച്ച് പൂജിക്കുകയാണ് അമ്മമാർ. ദീപജ്യോതിർജനാർദ്ദന ശിവസമാരംഭാം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഓം അച്യുതായ നമഃ. സനാതന മൂല്യങ്ങൾ വരും തലമുറയ്ക്കും പകർന്നു നൽകാനുള്ള ഉപാസനയാണ് നവരാത്രി കാലത്തെ ദേവീ പൂജയെന്ന യജ്ഞാചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരാട്ട് ജനൻ ടിവിയോട് പറഞ്ഞു. നമ്മളൊക്കെ മുതിർത്തച്ഛന്മാർ പൂജ ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി കൂടെ കൊണ്ടുവരുന്നവരാണ്. പക്ഷെ നമ്മളെ തലമുറയിലേക്ക് എത്തുമ്പോഴേക്കും ഈശ്വരൻ നമ്മളെ ദൂരം ഒരുപാട് കൂടി. അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ വന്നു, പൗരോഹിത്യമൊക്കെ വന്നു. അത് മാറി ഈ മണ്ണിൽ ഉള്ള എല്ലാവർക്കും പൂജ ചെയ്യാൻ അധികാരമുണ്ട്. എല്ലാവരും ദേവീ ഉപാസനയിലൂടെ ആത്മവിശ്വാസവും സമ്പത്തും ഉള്ളവരായി തീരുക എന്നുള്ളതാണ്. ധർമ്മവും ധർമ്മത്തിലൂടെ അർത്ഥവും അതിലൂടെ എല്ലാ കാമനകളും പൂർത്തീകരിച്ച് മോക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഭാരതത്തിലെ ഋഷിമാർ വിഭാവനം ചെയ്തത്. സമ്പത്ത് വേണം, ധാരാളം സമ്പത്ത് വേണം ഗൃഹസ്ഥനെ. അങ്ങനെ കാമനകൾ പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് മോഹത്തിൽ നിന്ന് ക്ഷയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ ഗൃഹസ്ഥരോടും മഹാലക്ഷ്മിയെ ഉപാസിക്കാൻ വേണ്ടി ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഋഷിമാർ തന്ന പദ്ധതിയെ ഉപയോഗിക്കാതെ നമ്മൾ ദരിദ്രനായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യുക എന്നുള്ളൊരു സങ്കല്പമാണ്. മഹാലക്ഷ്മി യജ്ഞത്തിന്റെ ഉദ്ഘാടനം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജീത് തമ്പി നിർവഹിച്ചു. ഡോക്ടർ ശ്രീനാഥ്ജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു മഹാലക്ഷ്മി യജ്ഞം എന്ന് പറയുന്നത്, മഹാലക്ഷ്മിയാണ് എല്ലാ സമ്പത്തും ഐശ്വര്യവും എല്ലാം നമുക്ക് തരുന്നത്. ഒരു കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടെങ്കിൽ മറ്റെല്ലാം ഒന്നു ചേരും. ആ ഐശ്വര്യവും സമ്പത്തുമാണ് ആവശ്യം. ആ സമ്പത്തിനും ഐശ്വര്യത്തിനും അതിദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മി
ആ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ ആ മഹാലക്ഷ്മി യജ്ഞമാണ് അദ്ദേഹം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. 1000 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സഹസ്രലക്ഷ്മി യജ്ഞം. മഹാലക്ഷ്മി യജ്ഞം വെൺപാലവട്ടം അമ്പലത്തിൽ നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ബിജു രമേശും പറഞ്ഞു. വളരെയേറെ സന്തോഷമുണ്ട്. കാര്യം നവരാത്രിയായിട്ട് അമ്മയുടെ മുന്നിലേക്ക് ഇത്രയും ഭക്തജനങ്ങൾ വന്നത് പൂജ ചെയ്യാനുള്ളൊരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയായിട്ട് കാണുന്നു. അത് ചെയ്യാനുള്ള മനസ്സുകൊണ്ട് കാണിച്ച ഡോക്ടർ ശ്രീനാഥ്ജിക്കും ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്കുമൊക്കെ ഈ അവസരത്തിൽ അമ്മയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. കുട്ടികളും അമ്മമാരുമടക്കം നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് മഹാലക്ഷ്മി യജ്ഞത്തിൽ പങ്കെടുത്തത്. ജനം, തിരുവനന്തപുരം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പറവൂർ പാലിയം ഗോവിന്ദപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നവചണ്ഡികാ ഹോമം ആരംഭിച്ചു. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം മഠാധിപതി ബ്രഹ്മപാദാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് മഹാചണ്ഡികാ ഹോമം നടക്കുന്നത്. ജീവിതത്തിലെ സമസ്ത മേഖലയിലും വിജയം കൈവരിക്കുന്നതിനും നാടിന്റെ അഭിവൃദ്ധിക്കുമായാണ് നവചണ്ഡികാ മഹായാഗം നടത്തുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലിയം ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നവചണ്ഡികാ യാഗത്തിന് വേദിയാകുകയാണ്. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം മഠാധിപതി ബ്രഹ്മാനന്ദ സരസ്വതികളുടെ നേതൃത്വത്തിലാണ് ഹോമം നടക്കുന്നത്. 3 ശാലകളിലായി ഭോജനശാല, പ്രോക്ഷണശാല, യാഗശാല 3 ശാലകളിലായി ഒരേ സമയം ചടങ്ങുകൾ നടക്കുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ അന്നദാനവും അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ നൃത്തസംഗീതോത്സവം എന്ന പേരിലും അതുകൂടാതെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പല വ്യക്തിത്വങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എല്ലാം നടക്കുന്നതാണ്. യാഗശാലയിലെ യാഗവും. ഹോമത്തിന് മുന്നോടിയായുള്ള യതിപൂജയിൽ വിവിധ ആശ്രമ മഠാധിപതിമാരെ ആദരിച്ച് അനുഗ്രഹം തേടി. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻ പദം ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. 108 ദേവീക്ഷേത്രങ്ങളിൽ നിന്നും എത്തിച്ച ദീപങ്ങൾ യാഗശാലയിലെ വിളക്കിലേക്ക് പകർന്നാണ് യാഗത്തിന് പ്രാരംഭം കുറിച്ചത്. 10 ദിവസമായി നടക്കുന്ന യാഗത്തിൽ ദേവീപ്രീതിക്കായി കുമാരി പൂജയടക്കം വിവിധ പൂജകളും ക്രിയാകർമ്മങ്ങളും നടക്കും. കാസർഗോഡ് ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ ഭട്ടാണ് മുഖ്യ ആചാര്യൻ. യാഗശാലയുടെ ഭാഗമായി നടക്കുന്ന പോഷണശാലയിൽ നൃത്ത സംഗീതോത്സവങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയും നടക്കും. ജനം, കൊച്ചി. യുവനർത്തകി എം ആർദ്രയുടെ ആത്മനിവേദനം എന്ന വീഡിയോ ആൽബത്തിന്റെ റിലീസ് സിനിമാ താരം വിധു ബാല നിർവഹിച്ചു. കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിലാണ് റിലീസ് നടന്നത്. യുവനർത്തകി എം ആർദ്രയുടെ ആത്മനിവേദനം എന്ന ആൽബത്തിന്റെ റിലീസ് കേസരി ഭവനിൽ നടന്നു. സിനിമാ താരം വിധു ബാല ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വിനീത് മാസ്റ്റർ സൗഷ്ഠവ കൊറിയോഗ്രാഫിയും സംവിധാനവും നിർവഹിച്ച ആൽബത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് സുബീഷ് നാരായണാണ്. സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനങ്ങൾക്കാണ് ആർദ്രയുടെ ചുവടുകൾ. ആൽബത്തിന്റെ ചിത്രീകരണം നടന്നത് കോഴിക്കോടും മൂകാംബികയിലുമാണ്. കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശിയായ ആർദ്ര ചിലമ്പണിയാൻ തുടങ്ങിയത് തന്റെ 4ാം വയസ്സിലാണ്. അന്നു മുതൽ ഇന്നുവരെ നൃത്തം ജീവിതത്തോട് അത്രമേൽ ചേർന്നു നിന്നു. അങ്ങനെയാണ് ആത്മനിവേദനം എന്ന ആൽബം എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. ഞങ്ങളെ കൂറ്റഞ്ചേരി അമ്പലമുണ്ട്, അവിടുത്തെ ഒരാളുണ്ട്. അപ്പൊ അവര് ലിറിക്സ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറയായിരുന്നത്. അത് എന്നിട്ട് പിന്നെ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തു. പിന്നെ അവരെന്നെ സിത്താര മാമിനെ കൊണ്ട് പാടിപ്പിച്ചു. അങ്ങനെ കുറച്ചു കാലം, ഇതൊരു 2 years ബാക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ തിരക്കായി കഴിഞ്ഞപ്പം മെല്ലെ വിട്ടുപോയിണ്ടായിരുന്നു. എഞ്ചിനീയർ ശ്രീജിത്തിന്റെയും കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരി ഗ്രീഷ്മയുടെ മകളാണ് ആർദ്ര. നൃത്ത കലാവൈഭവ് അന്തർദേശീയ പുരസ്കാരം, നടുവർ ഗോപികൃഷ്ണ ദേശീയ അവാർഡ് തുടങ്ങി ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ ആർദ്രയെ തേടിയെത്തിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്. എന്തായാലും ദൈവിക, നമുക്കറിയാം ഈ നവരാത്രി ആഘോഷവേളയിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ബൊമ്മക്കൊലു ഒരുക്കിയുള്ള പ്രാർത്ഥനകൾ.
ബൊമ്മക്കൊലു പൂജയിലൂടെ വിദ്യാവിജയവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തലസ്ഥാനത്തെ ഏറ്റവും വലിയ ബൊമ്മക്കൊലു ഒരുക്കിയ പേട്ട ശക്തി കൃപയിലേക്ക് നമുക്ക് ഒന്ന് പോയി വരാം. നവരാത്രി കാലത്ത് ബൊമ്മക്കൊലു പൂജ നടത്തിയാൽ വിദ്യാവിജയവും ഐശ്വര്യവും ലഭ്യമാകുമെന്നാണ് വിശ്വാസം. അത്തരത്തിൽ തലസ്ഥാന ജില്ലയിലെ പേട്ടയിൽ ഒരുക്കിയിരിക്കുന്ന ശക്തികൃപയിലെ ബൊമ്മക്കൊലു കാഴ്ചയൊന്ന് നമുക്ക് കണ്ടുവരാം. ഒരുപാട് ബൊമ്മക്കൊലുകൾ ഒരു വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന അപൂർവ കാഴ്ച. നവരാത്രി ദിനങ്ങൾക്ക് സുഹൃതം പകർന്നാണ് പേട്ട കവരടിയിലെ ശക്തികൃപ എന്ന വീട്ടിൽ ബൊമ്മക്കുലുവിൽ വൈവിധ്യമൊരുക്കിയിരിക്കുന്നത്. നവരാത്രി നാളിൽ ബൊമ്മക്കുലു വെക്കുന്നത് വിദ്യാവിജയവും ഐശ്വര്യവും ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. ബൊമ്മക്കുലു വെറും ഒരു പ്രദർശനത്തിന് വേണ്ടിയല്ലെന്നും പ്രാധാന്യമുള്ളതും പുരാതന ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും ഇവർ പറയുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും വയ്ക്കും പോലെ ട്രഡീഷണലായിട്ട് ഒരു കൊലു, പിന്നെ ബാക്കി സെറ്റായിട്ട് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം 3 ഭാഗമായിട്ടായിരുന്നു, ഈ വർഷം 5 ഭാഗങ്ങളായിട്ടാണ് വെച്ചിട്ടുള്ളത്. 5 ഭാഗം പിന്നെ എക്സ്ട്രാ നമ്മൾ എല്ലാ വർഷവും ഓരോ തീം ബേസിൽ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ഊഞ്ഞാലിൽ ദേവി നവരാത്രി നായികയായിട്ട് അതൊന്ന് ഈ വർഷത്തെ പ്രത്യേകതയാണ്. പിന്നെ നമ്മുടെ അയോധ്യ രാംലല്ല അതിൻ്റേതായിട്ടുള്ള ഒരു ഗോലു ബൊമ്മ ചെയ്തിട്ടുണ്ട്. പിന്നെ 18 സിദ്ധന്മാർ, അപ്പം സിദ്ധറുകൾ സെറ്റൊക്കെ ഒരുപാട് കുറവാണ്. അത് ഈ വർഷം പറഞ്ഞ് ചെന്നൈയിൽ നിന്ന് ചെയ്യിപ്പിച്ച് എടുത്തതാണ്. അങ്ങനെ കുറച്ച് കൊലുകളൊക്കെ അഡീഷനായിട്ട് ആയിട്ടുണ്ട്, ഒത്തിരി അഡീഷനായിട്ടാണ്. രാമായണം, പുരാണങ്ങൾ, ദശാവതാരം എന്നിവ പോലെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന കഥകളെ ആഘോഷിക്കുന്ന തരത്തിലാണ് ബൊമ്മക്കൊലു ക്രമീകരിച്ചിരിക്കുന്നത്. പത്മനാഭന്റെ മണ്ണിലേക്ക് എത്തുന്ന നവരാത്രി വിഗ്രഹ ഘോഷയാത്ര വരെയുണ്ട് ഈ 5000 ബൊമ്മക്കൊലുവിനുള്ളിൽ. കഴിഞ്ഞ വർഷം തന്നെ എണ്ണിയപ്പോൾ 5000 ആയിട്ടുണ്ട്. അതിനെക്കാട്ടും കൂടിയതായിരിക്കും. ഞാൻ ഈ വർഷത്തെ അത് നോക്കിയിട്ടില്ല, എന്നാലും ഒരു 300 ബൊമ്മയോളം ഈ വർഷം കഴിഞ്ഞ 2023 നവരാത്രി കഴിഞ്ഞപ്പോൾ തന്നെ ഈ വർഷത്തേക്കുള്ള കളക്ഷനായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 300-400 കൂടിയിട്ടുണ്ടാവും. ദേവി പ്രീതിക്കായി അലങ്കരിച്ച വിവിധ ബൊമ്മകൾ തട്ടുകളിൽ നിരത്തിവെച്ച് പൂജ നടത്തുന്നതാണ് ആചാരം. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും 9 ദിനങ്ങൾ അത് തുടരും. സരസ്വതി ദേവി, ദശാവതാരങ്ങൾ, ശ്രീരാമ പട്ടാഭിഷേകം, കൃഷ്ണനും രാധയും എല്ലാമുണ്ട് ബൊമ്മകളായി. ഒപ്പം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു രൂപങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ആദ്യ 3 ദിവസങ്ങളിൽ ദുർഗയ്ക്കും തുടർന്നുള്ള 3 ദിവസം ലക്ഷ്മിക്കും പിന്നീട് 3 ദിവസം സരസ്വതിക്കുമാണ് പൂജ ചെയ്യുന്നത്. ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും ശക്തികൃപയിൽ നൽകും. നവരാത്രി കാലത്ത് പത്മനാഭപുരത്ത് നിന്നെത്തുന്ന നവരാത്രി ഘോഷയാത്ര മുതൽ രാമായണമടക്കം 5000-ലധികം ബൊമ്മക്കൊലുകളാണ് ശക്തികൃപയിലെ ഈ കൂട്ടത്തിലുള്ളത്. കാഴ്ചക്കാർക്ക് വരുന്ന ഏതു ദിവസവും ഇവിടെ എത്തി ഈ കാഴ്ചകൾ കണ്ട് സന്തോഷമായി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മടങ്ങാം. ക്യാമറമാൻ നിധിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം. രോഹിണി, കൊല്ലംകാർക്ക് ഇത്തവണ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമ്മാനം എത്തിയിട്ടുണ്ട്. ആ സമ്മാനത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത്. യാത്രക്കാർക്ക് ആശ്വാസമായിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. കൊല്ലത്ത് നിന്നും കോട്ടയം വഴി എറണാകുളത്തേക്കുള്ള പുത്തൻ മെമു സർവീസ് ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സമ്മാനം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ് യാത്രക്കാർ. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന യാത്രക്കാർക്ക് അവരുടെ യാത്രാ ദുരിതം മാറ്റിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഒരു പുതിയ മെമു ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും എറണാകുളം വരെ, അതായത് എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി ആ ഒരു യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു മെമു ആണ് ഇന്നു മുതൽ യാത്ര ആരംഭിക്കുന്നത്. അതിലെ യാത്രക്കാരാണ് ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു മെമു വന്നതിൽ വലിയ ഉപകാരം തന്നെയല്ലേ? പിന്നെ നല്ല ഉപകാരമുണ്ട്. 6:55 തിന്നുകൊണ്ട് നല്ല സൗകര്യമായിട്ടിരിക്കാം. ഞങ്ങൾ എറണാകുളത്ത് പോവുക. ജോലിക്കായിട്ടൊക്കെ പോകുന്നതാണ്? അല്ല, ഞാൻ വീട്ടിലേക്ക് പോവുക. അപ്പോൾ സാധാരണ ഈ വേനാട്, പാലരുവി പോലുള്ള ട്രെയിനുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വന്നപ്പോൾ എങ്ങനെയാ, തിരക്കൊക്കെ ഒഴിഞ്ഞു നല്ല ഇരിക്കാനൊക്കെ സീറ്റൊക്കെ? പിന്നെ സുഖമായിട്ടിരിക്കാൻ പറ്റിയ പുതിയ വണ്ടിയല്ലയോ, പേടിക്കണ്ട. അതുകൊണ്ട്
പുതിയ വണ്ടിയിൽ ആദ്യത്തെ യാത്ര അതെ എങ്ങനെയുണ്ട് ചേട്ടാ? പുതിയ ട്രെയിനിലാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് സ്ഥിരമായിട്ട് പോകുന്നവർക്ക് തിരക്ക് ഒഴിവാക്കാനുള്ള എന്നുവെച്ചാൽ വേണാടിനൊക്കെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഇത് അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് പോകുമ്പോൾ നമുക്ക് വളരെ സൗകര്യമാണ്, പ്രത്യേകിച്ച് ജോലിക്കാർക്ക്. എങ്ങനെയുണ്ട് ഉള്ളിലൊക്കെ കയറിയപ്പോൾ സൗകര്യം? കൊള്ളാം, വളരെ നല്ല നീറ്റായിട്ടുണ്ട്, നല്ല ഇതാണ്, സെറ്റിംഗ് ഒക്കെ കൊള്ളാം. തീർച്ചയായും യാത്രക്കാരും സന്തോഷത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ നിരവധി യാത്രക്കാർ ഇപ്പോൾ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നുണ്ട്. 5:55 മുതലാണ് ട്രെയിൻ ഇവിടെ നിന്നും യാത്ര ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പെരിനാട്, മൺട്രോത്തുരുത്ത്, ശാസ്താംകോട്ട ഓരോ സ്റ്റോപ്പുകളിലായും ഈ ട്രെയിൻ നിർത്തും. അവിടെ നിന്നും യാത്രക്കാരുണ്ട്. എറണാകുളത്തേക്കൊക്കെ ജോലിക്ക് പോകുന്ന നിരവധി യാത്രക്കാരുണ്ട്. അവർക്കൊക്കെ വളരെയധികം സൗകര്യപ്രദം തന്നെയാണ് ഈ ഒരു ട്രെയിൻ അല്ലേ? ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ രാവിലെ ഈ ട്രെയിനിൽ നാളായിട്ട് ലേറ്റ് ആയിട്ട് പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. വേണാട് എത്തുമ്പോൾ താമസിക്കും 8:30 പഞ്ച് ചെയ്യേണ്ടതാണ്. ഒത്തിരി നാളായിട്ട് ലേറ്റായിട്ട് പഞ്ചിങ് ആണ്, പക്ഷെ സന്തോഷമായി. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഈ ദക്ഷിണ റെയിൽവേ ഇത്തരത്തിലൊരു മെമു അനുവദിച്ചത് ഈ യാത്രക്കാർക്ക് വളരെയധികം സൗകര്യപ്രദമാണ്. എറണാകുളത്തേക്കും അതുപോലെ കോട്ടയം വഴി പോകുന്ന നിരവധി ജോലിക്കാർക്കാണ് ഇത്തരത്തിൽ ഈ ഒരു മെമു കൊണ്ട് വളരെയധികം സൗകര്യമായി മാറിയത്. അവർക്ക് സമയത്തിന് ജോലിക്ക് എത്താൻ സാധിക്കും. എന്തായാലും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് യാത്രക്കാരും. ക്യാമറമാൻ വിജു പരൂറിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കറുവക്കുളത്ത് ഒരു നാടിന്റെ ആകെ ഉറക്കം കെടുത്തി അനധികൃത പാറ ഖനനം. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് പാറ പൊട്ടിച്ചു കടത്തുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ സ്ഥലം സന്ദർശിച്ച് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും നിരോധന ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഇത് മറികടന്നാണ് പാറമടയുടെ പ്രവർത്തനം. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടിട്ടും വകുപ്പുകൾ നടപടിയെടുക്കുന്നില്ല. കട്ടപ്പന വില്ലേജിൽ മേട്ടുകുഴിക്ക് സമീപം കറുവാക്കുളത്ത് CHR ഭൂമിയിലാണ് അനധികൃത പാറമട പ്രവർത്തിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന അനധികൃത പാറഖനനത്തിനെതിരെ നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി തുടർ നടപടി സ്വീകരിച്ചിട്ടും പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉടമ തയ്യാറായിട്ടില്ല. പുലർച്ചെ 2 മണി മുതൽ പാറക്കല്ലുമായി വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്നതോടെ മേട്ടുകുഴിക്കാരുടെ ഉറക്കം നഷ്ടപ്പെടും. പാറമട അനധികൃതമെന്ന് കണ്ട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് 2 തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് അവഗണിച്ച് പാറമട പ്രവർത്തനം തുടർന്നതോടെ റവന്യൂ വകുപ്പും നോട്ടീസ് നൽകി. എന്നാൽ ഇതിനെല്ലാം പുല്ലുവില കൽപ്പിച്ച് ഇവിടെ പാറഖനന ഇപ്പോഴും നിർബാധം തുടരുകയാണ്. ഹൈറേഞ്ച് മേഖലയുണ്ട്. ഹൈറേഞ്ച് മേഖല നല്ല പൊതുവെ പല സ്ഥലങ്ങളുണ്ട്. പാറമടയ്ക്ക് അനുമതി കൊടുക്കുന്നില്ലെന്നാണ് നമ്മുടെ അറിവ്. പിന്നെ അവർക്കും അതിനുള്ള അനുമതി കിട്ടാൻ ഉള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. അതിന് നിയമസാധ്യത ഇല്ലാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാനുള്ള അധികാരം റവന്യൂ വകുപ്പിനാണെന്നും ആണ് സെക്രട്ടറി പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ വില്ലേജിലേക്ക് കട്ടപ്പന മുനിസിപ്പാലിറ്റി വന്ന പരാതി അങ്ങോട്ട് പോകുന്നത്. അവിടുത്തെ പ്രദേശവാസികളെല്ലാം കൂടെ പിന്നെ ഒപ്പിട്ട കളക്ടർ മുതൽ വില്ലേജ് താലൂക്കെല്ലാം അപേക്ഷ കൊടുത്തതായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് പരാതി ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. ഏലത്തോട്ടത്തിൽ കുളം നിർമ്മിക്കുകയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചാണ് പാറ പൊട്ടിക്കുന്നത്. നാട്ടുകാരുടെ പരാതിക്ക് പിന്നാലെ മറ്റൊരു തോട്ടത്തിലെ സമാന്തര പാത പുനർനിർമ്മിച്ച് പാറ കടത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മാഫിയ. ഇതിന് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു പാറമട നാട്ടുകാരുടെ പരാതിയിൽ നേരത്തെ തന്നെ പൂട്ടിയിരുന്നു. ഇടുക്കിയിൽ തങ്കമണി, ഉപ്പുതോട്, കാഞ്ചിയാർ, ചതുരംഗപ്പാറ, പാറത്തോട്, വാഗമൺ, ഏലപ്പാറ എന്നിവിടങ്ങളിലും അനധികൃത പാറഖനനം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവയ്ക്കെല്ലാം എതിരെ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിൽ ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും ആരോപണമുയരുന്നു. ജില്ലയിലെ അനധികൃത പാറമടകൾ കറുവാക്കുളത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. നിരവധിയായ പാറമടകളെ സംബന്ധിച്ച് പരാതി ലഭിക്കുമ്പോഴും ഉന്നത രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. രാഷ്ട്രീയം വിശദീകരിച്ച് മുൻപോട്ട് പോകുന്ന PV അൻവറിന് വലിയ തിരിച്ചടിയാണ് മുന്നണിയിൽ എടുക്കില്ല എന്ന DMK-യുടെ തുറന്നു പറച്ചിലൂടെ ഉണ്ടായിരിക്കുന്നത്. ചെന്നൈയിലെത്തി ചർച്ച നടത്തി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനുള്ള അൻവറിന്റെ നീക്കത്തിന് തടയിട്ടത് പിണറായി വിജയൻ എന്നാണ് ഒരു സൂചന
വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് DMK-യുടെ സപ്പോർട്ടോടുകൂടിയാണ് പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് അൻവർ ആദ്യം തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊരു വലിയ തിരിച്ചടിയാണ് ഇന്നലെ DMK-യുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു തുറന്നു പറച്ചിൽ. അതിനുശേഷം അൻവറിനുണ്ടായ ആ ഒരു മാറ്റം, അല്ലെങ്കിൽ അൻവർ വീണ്ടും ചില കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്നൊരു സാഹചര്യം, ഇനി ഞാൻ തമിഴിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് പോലും അൻവർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ എന്തൊക്കെ രാഷ്ട്രീയ നാടകങ്ങളാണ് അവിടെ അരങ്ങേറിയത്? തീർച്ചയായും അതുതന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ചില രാഷ്ട്രീയ നാടകങ്ങൾ, രസകരമായ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയാണ് ഈ മലബാർ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം കേന്ദ്രീകരിച്ച് ഇന്നലെ വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു അൻവർ ഏറ്റവും മുന്നിലേക്ക് വെച്ചിരുന്ന ഒരു നിർദ്ദേശം. അത് DMK-യുടെ ഭാഗമായി കേരളത്തിൽ അതിശക്തമായി മുന്നോട്ട് പോകാൻ, കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും താൻ പൂർത്തിയാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും, കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് ഈ ഒരു വലിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് തൊട്ടു മുമ്പ് തന്നെ വലിയൊരു തിരിച്ചടി തന്നെ അൻവറിന് നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMK-യുടെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ നിർദാക്ഷിണ്യം അത് തള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു DMK-യുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്തായാലും നമുക്കറിയാം, ഇപ്പോഴും രഹസ്യമായി തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അൻവറിന്. പക്ഷേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൻവറോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു മലബാറിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കടുത്ത എതിർപ്പ് തന്നെയാണ് ഇത്തരത്തിൽ DMK-യുടെ ഈ വിയോജിപ്പിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ് ഇതിലേറ്റവും പ്രസക്തമായി വരുന്നതും. കാരണം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വിമർശന ശരങ്ങൾ അൻവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയെ മാത്രമല്ല, ആഭ്യന്തര വകുപ്പിനെ ഒന്നാകെ പ്രതികൂട്ടിലാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അൻവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം പാർട്ടിക്കുള്ളിൽ, CPM-നുള്ളിൽ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനുള്ളിൽ ഉണ്ടാക്കി എന്നുള്ള ഇല്ല. അതോടൊപ്പം തന്നെ CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന കാലങ്ങളാണ്. അത്തരത്തിൽ CPM-നെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടികൾ തന്നെ അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ അൻവർ ഒരു വർഷത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ തിരിച്ചൊരു DMK-യിലേക്ക് പോകാനുള്ള ആ ഒരു നീക്കത്തിന് CPM-ന്റെ ഭാഗത്തു നിന്നും, പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഒരു കനത്ത തിരിച്ചടി, അല്ലെങ്കിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം അവിടെ CPM പയറ്റത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ അൻവർ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നതെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ തിരക്കിട്ട സമയത്തും ചെന്നൈയിലെത്തി DMK-യുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഇപ്പോഴും അതിനുള്ള രഹസ്യ നീക്കങ്ങൾ, പരസ്യമായി DMK തള്ളിയെങ്കിൽ പോലും രഹസ്യമായ നീക്കങ്ങൾ, ഉപാധികൾ വെച്ചുള്ള രഹസ്യമായ നീക്കങ്ങൾ ഇപ്പോഴും നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളുമായി അൻവർ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ വലിയ വിമർശനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് CPM മലപ്പുറത്ത് തന്നെ രാഷ്ട്രീയ വിശദീകരണ യോഗം, പെരിന്തൽമണ്ണയിൽ തന്നെ ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ ഈ CPM-ഉം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മലബാറിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാമെന്നുള്ള ഒരു വലിയ ശ്രമമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണി ശ്രമിച്ചിരുന്നത്. അത് അൻവറിനെയൊക്കെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു മുസ്ലിം വോട്ടുകൾ, അതിതീവ്ര മുസ്ലിം വികാരം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് പക്ഷേ CPM-ന് തന്നെ, ഇടതുപക്ഷത്തിന് തന്നെ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ നാണം കെടേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ദേവിക, രോഹിണി. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ഒരു രാഷ്ട്രീയ നീക്കം അൻവർ ലക്ഷ്യം വെച്ചെങ്കിലും DMK-യുടെ തുറന്ന് പറച്ചിൽ കനത്ത തിരിച്ചടി തന്നെയാണ് PV അൻവറിന് നൽകിയിരിക്കുന്നത്. PV അൻവർ കൂടുതൽ ദുർബലനാകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും. അതോടൊപ്പം അരുൺ, KT ജലീലിൻ്റെ ഒരു നയവും നിലപാടും കൂടി ഇവിടെ വിലയിരുത്തേണ്ടതുണ്ട്. അതിതീവ്ര വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന PV അൻവറിന് എതിരെ ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്ന ഒരു സമീപനമാണ് ജലീൽ വെച്ച് പുലർത്തുന്നത്. ജലീലിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകം ഇനി വരും ദിവസങ്ങളിൽ ഏതു തരത്തിലായിരിക്കും?
തീർച്ചയായും ഏറ്റവും പ്രസക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലബാറിൽ വലിയൊരു രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ രസകരമായ ഒരു രാഷ്ട്രീയ നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ KT ജലീലിൻ്റെ ഈ ഒരു വലിയൊരു നയവ്യത്യാസം അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ മയപ്പെടുത്തിയുള്ള ഒരു പ്രഖ്യാപനങ്ങൾ. നമുക്കറിയാം ഈ അൻവർ ആദ്യം ഇത്തരത്തിലുള്ള ആരോപണ ശരങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അൻവറിനൊപ്പം നിൽക്കാനുള്ള ഒരു കാര്യമായിരുന്നു KT ജലീൽ സ്വീകരിച്ചിരുന്നത്. ആദ്യ സമയങ്ങളിൽ അൻവറിൻ്റെ ഈ ഒരു പ്രസ്താവനയെ കൃത്യമായി പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ അൻവറും ജലീലും ചേർന്നുള്ള ഒരു കൃത്യമായ ഒരു മുന്നേറ്റം ഇവിടെ നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായി ഇവരെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ KT ജലീൽ അൻവറിൻ്റെ ആരോപണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. അതിനുശേഷമാണ് ഇതിനെ പരസ്യമായി തള്ളിപ്പറയുക മാത്രമല്ല പരസ്യമായി വിമർശിക്കുന്നതിനുള്ള ഒരു സാധ്യത കൂടി അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ജലീലിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് കൃത്യമായി അറിയാം. അതിതീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളാണ്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി KT ജലീലിന് ഉണ്ടായിരിക്കുന്നു. അത് CPM-ൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അത് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാകുകയും ചെയ്തിരിക്കുന്നു. രാഷ്ട്രീയ എതിരാളികൾ അത് പലവട്ടം തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും അൻവറിനെ തള്ളിക്കൊണ്ട് തൻ്റെ ഒരു നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് KT ജലീൽ പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. കാരണം ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ മയപ്പെടുത്തിക്കൊണ്ട് അൻവറിനെ ഇപ്പോൾ അൻവർ സ്വീകരിക്കുന്ന ഈ ഒരു തീവ്രമായ നിലപാടിനെ കൃത്യമായി എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് KT ജലീൽ മുന്നോട്ട് പോകുന്നു. അത് ജലീൽ ഇപ്പോഴും മുന്നണിയുടെ ഭാഗമായി തന്നെ നിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. കാരണം അൻവർ ഇപ്പോൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ളൊരു കപ്പാസിറ്റി അതിനുള്ളൊരു പിന്തുണ KT ജലീലിന് കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഈ രാഷ്ട്രീയ മാറ്റം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പരീക്ഷണം KT ജലീലും ഈ ഒരു അവസരത്തിൽ തന്നെ നടത്തുകയാണ്. ഇടതുമുന്നണിക്ക് ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ആ നിലപാടിനെ അദ്ദേഹം പരസ്യമായി തള്ളിക്കൊണ്ട് പരസ്യമായി എതിർത്തുകൊണ്ട് ഇപ്പോൾ ഒരു മയപ്പെടുത്തിയ നിലപാടുമായി KT ജലീലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ പുതിയ രാഷ്ട്രീയ നാടകങ്ങൾ എന്തായാലും ഉണ്ടാകും. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു രാഷ്ട്രീയ നാടകങ്ങളുടെ ഒരു പരീക്ഷണശാലയായി വടക്കൻ കേരളം മാറുക തന്നെയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് മലപ്പുറം. അതെ, തീർച്ചയായും അൻവറിൻ്റെ പ്രസ്താവനകൾക്കൊക്കെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് DMK-യുടെ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം ജലീലിൻ്റെ നിലപാടും ശ്രദ്ധേയമാണ്. അൻവറിനെ ആദ്യം പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ പോലും അൻവറിൻ്റെ തീവ്ര വർഗീയ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു നയമാണ് ഇപ്പോൾ ജലീൽ സ്വീകരിക്കുന്നത്. അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്. കറാച്ചി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കറാച്ചി സ്ഫോടനം ലക്ഷ്യമിട്ടത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ എന്ന് റിപ്പോർട്ട്. ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തടക്കം വിവിധയിടങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ചൈനീസ് പൗരന്മാരും. SCO രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടി ഈ മാസം 15-നും 16-നും പാകിസ്ഥാനിൽ വെച്ചാണ് നടക്കുക. വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് ഭാരതത്തെ പ്രതിനിധീകരിക്കുക. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ കറാച്ചി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചില വഴിത്തിരിവുകൾ വരുന്നുണ്ട്. അതായത് ഷാങ്ഹായ് ഉച്ചകോടിയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. മരിച്ച 3 പേരും ചൈനീസ് പൗരന്മാരാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. തീർച്ചയായും രോഹിണി, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനം 15-നും 16-നും നടക്കാനിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അത് വാർത്തയാവുകയും ചെയ്തിരുന്നു. അതായത് ഉഭയകക്ഷി ചർച്ചയ്ക്കല്ല, മറിച്ച് ഒരു അന്താരാഷ്ട്ര ഇവൻറ്റിന് വേണ്ടി മാത്രമാണ് താങ്കളവിടെ പോകുന്നതെന്ന് വളരെ വ്യക്തമാക്കിയിരുന്നു S ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല രാജ്യങ്ങളുടെ, അതായത് 9ഓളം രാജ്യങ്ങളുണ്ട് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ. ആ 9ഓളം രാജ്യങ്ങളുടെ പ്രധാനമന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിദേശകാര്യ ചുമതലയുള്ള ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തികളുമാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരുക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ 15-16 ദിവസങ്ങളിൽ സമ്മേളനം നടക്കുന്നതിൻ്റെ മുൻകൂടിയായി നിരവധിയായ കൂടിക്കാഴ്ചകളുടെ എല്ലാം സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. അതിനുവേണ്ടി നിരവധി ഉന്നതരായ ഉദ്യോഗസ്ഥരും അവിടെ എത്തുന്നൊരു സാഹചര്യമുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് തൊട്ടടുത്ത്, അതല്ലെങ്കിൽ ഈ മീറ്റിംഗ് നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നത് അതീവ ഗൗരവതരമായൊരു വിഷയമാണ്. മാത്രമല്ല ഈ കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗം കൂടിയായ ചൈനയുടെ, അതായത് ചൈനയിൽ നിന്നും വളരെ വലിയ തോതിലുള്ള
ഇൻഫ്രാസ്ട്രക്ചർ സഹകരണം എല്ലാം തന്നെ പാകിസ്ഥാൻ ലഭിക്കുന്നുണ്ട്. ആ ചൈനയുടെ സഹകരണം ലഭിക്കുന്നതിൻ്റെ ഭാഗമായി എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ചില കോൺട്രാക്ടർമാരും എല്ലാം ചേർന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദഗ്ധരെല്ലാം നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു ടീമാണ് അന്ന് വിമാനത്താവളത്തിലെത്തിയത്. അവർ പോകുന്ന വഴിയെ ഈ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഇത്തരത്തിലൊരു ലക്ഷ്യം വെച്ചത്, അതായത് ആ മേഖലയിലൊരു സങ്കീർണാവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ മരിച്ച 15 പേരും അല്ലെങ്കിൽ മരിച്ച 3 പേരും അതുപോലെ തന്നെ പരിക്കേറ്റ 10-ലേറെ പേരും ഒരു പക്ഷേ നയതന്ത്ര ഉദ്യോഗസ്ഥരായിരുന്നിരിക്കാമെന്നൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നയതന്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ SEOവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരായിരിക്കാമെന്നൊരു തെറ്റിദ്ധാരണയുടെ കൂടി വിഷയത്തിലായിരിക്കാം ഈ ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തന്നെ കൃത്യമായി പറയുന്നത്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു ആക്രമണം, പ്രത്യേകിച്ച് ഇന്ന് ഇത്തരമൊരു സമ്മേളനം, അതായത് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകളുടെ സമ്മേളനം നടക്കുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ കൂടി അത് സംബന്ധിച്ച് കൃത്യമായ സൂചനകളൊന്നും തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇത്തരത്തിൽ അവിടെ എത്തുന്ന ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗമായി എത്തുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ പോലും പല ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരെയാണ് ലക്ഷ്യം വെച്ചത് എന്നതാണ് അതീവ ഗൗരവതരമായൊരു വിഷയം. അത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നു, ഇവരെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും 15-16 ദിവസങ്ങളിൽ SEO മീറ്റ് നടക്കും എന്ന വിവരം തന്നെയാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്നത്. അത് നീട്ടിവെക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നതാണ്, അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളൊന്നും ലഭ്യമായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ 9 രാഷ്ട്രങ്ങളിലെയും രാഷ്ട്രത്തിലെ പ്രമുഖരായ, അതായത് വിദേശകാര്യത്തിൻ്റെ ചുമതലയുള്ള ഉന്നത ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തികൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ ഒരു ആക്രമണം നടത്തിയത് ഒരു സൂചന തന്നെയാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. രോഹിണി. അതെ, എന്തായാലും കറാച്ചി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ സ്ഫോടനം നടന്നത് എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. കാരണം മരിച്ച 3 പേരും ചൈനീസ് പൗരന്മാരാണ്. നിരവധി വിദേശ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഉച്ചകോടിയോടനുബന്ധിച്ച് എത്താനിരിക്കെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് അതീവ ഗൗരവതരമായ വസ്തുത. സഞ്ജൂസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്, ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിദ്ദിഖിന് നോട്ടീസ് നൽകിയിരുന്നു. തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ ACയാണ് നോട്ടീസ് നൽകിയത്. ഇന്ന് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് എത്തണമെന്നാണ് നിർദ്ദേശം. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ആദ്യം തന്നെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്തും സിദ്ദിഖിനോട് പറഞ്ഞിരുന്നൊരു കാര്യം, അന്വേഷണത്തോട് പൂർണ്ണമായുള്ള ഒരു സഹകരണം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായി തിരുവനന്തപുരത്ത് സിദ്ദിഖ് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതേണ്ടത്, അല്ലേ? ഈ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ആദ്യമായി സിദ്ദിഖ് എന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ രീതിയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സിദ്ദിഖിനെ നോട്ടീസ് അയക്കുന്നത്. തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ CI ആണ് ഈ രീതിയിൽ, സെൽ AC ആണ് ഈ രീതിയിൽ സിദ്ദിഖിന് നോട്ടീസ് അയച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താലും ഉടൻ തന്നെ ജാമ്യത്തിൽ വിടണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ പോലീസിന് മുന്നിൽ എത്താൻ തയ്യാറാണെന്ന് സിദ്ദിഖ് നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലേക്ക് മാറ്റുന്ന ആ രീതിയിലേക്കുള്ള നടപടികളിലേക്കൊന്നും പോലീസിന് പോകാൻ കഴിയില്ല. പക്ഷേ ചോദ്യം ചെയ്യാം, ഇനി അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ വിട്ടയക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് മൊഴിയെടുപ്പിന് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് നേരത്തെ നിയമോപദേശം അടക്കമുള്ളത് ലഭിച്ചിരുന്നു. ഈ പോലീസിന് മുന്നിൽ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ സർക്കാരിന് തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നതാണ് നല്ലത് എന്ന രീതിയിലുള്ളൊരു നിയമോപദേശം ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പരാതിക്കാരിയായിട്ടുള്ള യുവതിക്കെതിരെ എതിർ കേസുകളും നടപടികളുമായി മുന്നോട്ട് പോകാനും ശക്തമായി മുന്നോട്ട് പോകാനും സിദ്ദീഖിന് നിയമോപദേശം ലഭിച്ചിരുന്നു. അപ്പോൾ ഈ നിയമോപദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖ് ഇപ്പോൾ നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഈ കേസ് സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഈ 22-ാം തീയതി സിദ്ദീഖിന്റെ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. അന്ന് വരെയാണ് നിലവിൽ സിദ്ദീഖിന്റെ അറസ്റ്റിനൊരു തടസ്സമുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് അന്ന് കോടതിയിൽ പോലീസ് പറയുന്നത് എന്നതനുസരിച്ചിരിക്കും ഈ കേസിലെ തുടർ നടപടികൾ. സിദ്ദീഖിനെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ നിലവിലത്തെ ചോദ്യം ചെയ്യൽ പര്യാപ്തമാണെന്ന നിലപാട് പോലീസ് സ്വീകരിക്കും. അങ്ങനെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്, ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അതിലൊക്കെ പോലീസ് സ്വീകരിക്കുന്ന നടപടി അനുസരിച്ചായിരിക്കും ഈ കേസിന്റെ ഭാവി എന്നുള്ളത്. എന്തായാലും സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യലിന് താൻ ഹാജരായിട്ടുണ്ട്. തന്നോട് ആവശ്യമുള്ള ചോദ്യങ്ങൾ
പോലീസ് ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സഹകരിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ സിദ്ദീഖിന് കഴിയും. അതുകൊണ്ട് തന്നെ തന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കോ കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്കോ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതും സിദ്ദീഖിന് വാദിക്കാൻ കഴിയും. അതേസമയം പോലീസിലാണെങ്കിൽ സിദ്ദീഖ് മൊഴി നൽകാൻ വന്നുവെങ്കിലും അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല എന്ന രീതിയിൽ വേണമെങ്കിലും വാദമുയർത്താം. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ സിദ്ദീഖിനെ വേണമെന്നുള്ള ആവശ്യവും പോലീസിന് ഉയർത്താൻ കഴിയും. അങ്ങനെ രണ്ട് കൂട്ടർക്കും ഈ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. വരും ദിവസങ്ങളിൽ വീണ്ടും കേസ് സുപ്രീം കോടതിയിലെത്തുമ്പോൾ അവിടെ നിലപാടുകൾ സ്വീകരിക്കാൻ. അത് തന്നെയാണ്. അന്വേഷണ സംഘം ഇന്ന് നടൻ സിദ്ദീഖിനെ ചോദ്യം ചെയ്യും. തിരുവനന്തപുരത്ത് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ പിണറായി വിജയനെതിരെ ഉരുത്തിരിയുന്ന പല സ്വരങ്ങളുമുണ്ട്. ഇത്രയും നാളും ഏകാധിപതിയെപ്പോലെ കഴിഞ്ഞിരുന്ന പിണറായി വിജയന് നേരെ സ്വരമുയർത്താൻ പലരും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. VS മുതൽ EPA വരെ ചവിട്ടുപടിയാക്കിയായിരുന്നു CPM-ലെ അനിഷേധ്യ നേതാവായുള്ള പിണറായി വിജയന്റെ വളർച്ച. എന്നാൽ കൈപിടിച്ചുയർത്തിയവരെയും ഒപ്പം നിന്നവരെയും നിർണായക ഘട്ടങ്ങളിൽ അവഗണിക്കുന്നതായിരുന്നു പിണറായിയുടെ രാഷ്ട്രീയ ചരിത്രം. ഇന്ന് പിണറായിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചരടുവലിക്ക് പിന്നിലും ചവിട്ടേറ്റ പഴയ മിത്രങ്ങളാണെന്നതും രാഷ്ട്രീയത്തിലെ കാവ്യനീതിയായി കണക്കാക്കാം. 1998 പാലക്കാട് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ VS അച്യുതാനന്ദന്റെ ആശീർവാദത്തോടും കരുനീക്കങ്ങളിലൂടെയുമാണ് പിണറായി വിജയൻ 56ാമത്തെ വയസ്സിൽ CPM സംസ്ഥാന സെക്രട്ടറിയാവുന്നത്. എന്നാൽ അടുത്ത സമ്മേളന കാലത്തിന് മുന്നേ VS അച്യുതാനന്ദനെ വിമർശിച്ചും താക്കീത് ചെയ്തും നന്ദി കാട്ടിയ പിണറായി ഭൂരിപക്ഷം ജില്ലകളിലും VS പക്ഷക്കാരെ വെട്ടിനിരത്തി. ആലപ്പുഴയിൽ VS പക്ഷത്തെ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയായപ്പോൾ പിണറായിക്ക് തുണയായത് G സുധാകരനായിരുന്നു. VS പക്ഷക്കാരെ മാറ്റി നിർത്തി തെരഞ്ഞെടുത്ത ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി G സുധാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ഏതാനും മാസത്തിനകം ആ കമ്മിറ്റി പിരിച്ചുവിട്ട് MA ബേബി സെക്രട്ടറിയായുള്ള അഡ്ഹോക് കമ്മിറ്റിയെ വെച്ചാണ് പിണറായി തനി സ്വഭാവം പ്രകടിപ്പിച്ചത്. അന്ന് വിശ്വസ്തനായിരുന്ന MA ബേബിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുകയെന്നത് പിണറായി വിദഗ്ധമായി നടപ്പാക്കി. ലോക്സഭയിൽ നിർത്തി തോൽപ്പിക്കുന്നതിലൂടെ എതിരാളികളുടെ ജനപ്രീതി കുറച്ചു കാട്ടാനും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്താനും വിദഗ്ധനായ പിണറായിയുടെ ഈ കഴിവിന് മുന്നിൽ കാലിടറിയവരിൽ T ജയരാജനും MA ബേബിയും തോമസ് ഐസക്കും KK ശൈലജയും CB ചന്ദ്രബാബുവും പ്രദീപ് കുമാറും തുടങ്ങി ഒട്ടേറെ പേർ അകപ്പെട്ടിട്ടുണ്ട്. G സുധാകരനെ പ്രായത്തിന്റെ പേര് പറഞ്ഞ് ഒതുക്കിയപ്പോൾ ആവശ്യഘട്ടത്തിൽ പിന്തുണയ്ക്കാതെ ഇടത് കൺവീനർ സ്ഥാനം അടർത്തിയെടുക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ച് EP ജയരാജനെയും പിണറായി കൈയൊഴിഞ്ഞു. പിണറായിയുടെ വിശ്വസ്തനായിരുന്ന ഷംസീറിനെ മരുമകനെ വളർത്താനായി മാറ്റി നിർത്തിയത് വിവാദമായതിൽ പിന്നെ സ്പീക്കർ സ്ഥാനം നൽകിയെങ്കിലും പാർട്ടിയിലെ സ്ഥാനക്കയറ്റത്തിൽ ഷംസീറിന് അവഗണനയും റിയാസിന് പരിഗണനയുമാണ് ലഭിച്ചത്. പിണറായിയുടെ വിജയത്തിനായി ഒരു കാലത്ത് കൈമേയ് മറന്ന് ഇറങ്ങിയവർ തിരിച്ചു കിട്ടിയ തിക്താനുഭവങ്ങളാൽ ഈ സമ്മേളന കാലത്ത് തലപുകയ്ക്കുന്നത് തങ്ങളുടെ കൈപിടിച്ച് കയറിയ പിണറായിയുടെ പടിയിറക്കത്തിനായാണ്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഹരിയാനയ്ക്ക് നാളെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിലും മികച്ച വിജയം ഹരിയാനയിൽ നേടുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. BJP തുടർ ഭരണത്തിലേക്ക് കടക്കുമെന്ന് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞിരുന്നു. അതേസമയം ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നു. 90 നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പ്രവചിക്കുന്നത്. എസ് നാഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നുമല്ല, കാരണം തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ വിജയമാണ് എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP നേതൃത്വം, അല്ലേ? ദേവിക, 90 മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ നാളെ ഫലം വരും. ജമ്മു കാശ്മീർ ഫലത്തോടൊപ്പം തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നാളെയാണ് പുറത്തു വരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടാകുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 44 മുതൽ 61 സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്നും കോൺഗ്രസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. BJPക്ക് ഏതാണ്ട് 18 മുതൽ 32 സീറ്റ് വരെയാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്.
ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളല്ല, യഥാർത്ഥത്തിൽ ജനങ്ങളെയാണ് വിശ്വാസം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വ്യക്തമാക്കിയത്. എക്സിറ്റ് പോൾ ഫലങ്ങളല്ല, മറിച്ച് യഥാർത്ഥ ഫലം വരുമ്പോൾ BJPക്ക് വൻ വിജയമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ തിരിച്ചടിയാണെങ്കിൽ കൂടിയും യഥാർത്ഥ ഫലം വരുമ്പോൾ അവസാനം EVM മെഷീനെ കോൺഗ്രസ് അടക്കമുള്ളവർ കുറ്റം പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ളതും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. ഏതായാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാര്യം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നു. 61 സീറ്റ് വരെ നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ രൂപീകരണം ഏത് രീതിയിലാകണം എന്നുള്ള ചർച്ചയിലേക്ക് ഇതിനോടകം തന്നെ നേതൃത്വം കടന്നു എന്നുള്ളതാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് AICC ആസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും പുരോഗമിക്കുന്നത്. നിലവിൽ കോൺഗ്രസിൽ വലിയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഹരിയാനയിൽ. ഈ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെതിരെ വെല്ലുവിളി ഉയർത്തി രംഗത്ത് എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഹൂഡ ഏകപക്ഷീയമായി പെരുമാറുന്നു, അല്ലെങ്കിൽ മറ്റ് ഇതര സമുദായ വിഭാഗങ്ങളോട് അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും മറ്റും സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ വലിയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് കോൺഗ്രസിനുള്ളിൽ. അതേസമയം തന്നെ ഈ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വം. അത് തന്നെയാണ്, മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് കയറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് BJP നേതൃത്വം ഹരിയാനയിലുള്ളത്. S നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 10-ാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ ഇടുക്കിയിലും മറ്റന്നാൾ കോട്ടയം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. 10-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നിരവധി ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വയനാടിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ശക്തമായ മഴ വരും ദിവസങ്ങളിൽ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അപകടമുണ്ടായ വയനാട്ടിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലുമൊക്കെ ഒരു ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഇനിയൊരു മഴ വളരെ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയും ഇപ്പോഴും ശാസ്ത്രജ്ഞർ മുന്നിൽ കാണുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിലുള്ള അലർട്ടുകൾ ഇപ്രകാരമാണ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത അലർട്ട് വരാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അലർട്ട് ഉടൻ തന്നെ മാറാൻ ഇപ്പോൾ രാവിലെ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ കാര്യമായ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും ഈ അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അലർട്ടിൽ മാറ്റം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഇടുക്കിയിലും മറ്റന്നാൾ കോട്ടയം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു. മറ്റന്നാളും ഇങ്ങനെ കേരളത്തിലെ ഏതാണ്ട് ഭൂരിപക്ഷം ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൊട്ടടുത്ത ദിവസം, അതായത് 10-ാം തീയതി നോക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ, തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് പ്രധാനമായും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്നും ഈ രീതിയിലുള്ള മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇന്ന് പുറത്തിറങ്ങുന്ന പുതിയ അലർട്ടുകളിൽ ഈ ജില്ലകളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ അലർട്ടുകളിൽ എന്തായാലും മാറ്റങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ചില ജില്ലകളിലെങ്കിലും മഴ കൂടാനും മറ്റു ജില്ലകളിൽ മഴയൊക്കെ കുറയാനുമുള്ള സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കടൽ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ളതാണ് കേരള തീരത്ത് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ മഴ ശക്തമാവുകയാണ്. അതിനനുസരിച്ചുള്ള കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വയനാട് പോലെയുള്ള മേഖലകളിൽ നൽകിയിട്ടുമുണ്ട്. ശരി, പ്രജിത്ത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്, PV അൻവർ MLA രൂപീകരിച്ച സംഘടനയുടെ നയപ്രഖ്യാപനത്തിലും നിറഞ്ഞു നിന്നത് ന്യൂനപക്ഷ പ്രീണനം. മതമൗലികവാദ സംഘടനകൾ ആവശ്യപ്പെടുന്ന മലപ്പുറം ജില്ലാ വിഭജനം പ്രധാന അജണ്ട. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊന്നൽ നൽകണമെന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള നയം വ്യക്തമാക്കുന്നുണ്ട്. ശിവദാസ് കന്മനം ചേർന്നു. ശിവദാസ്, ഉടനീളം പ്രഖ്യാപനത്തിൽ PV അൻവർ പറയേണ്ടി വരും. കാരണം മതമൗലികവാദ സംഘടനകൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ മലപ്പുറം ജില്ലാ വിഭജനം വേണമെന്ന് കൂടി PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൃത്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്ന് ചിലരുടെയെങ്കിലും സ്റ്റാറായിക്കൊണ്ടിരുന്ന PV അൻവർ കൃത്യമായ ഒരു അജണ്ട ഇതിലൂടെ തന്നെ പാസാക്കിയിരിക്കുന്നു എന്ന് വേണം പറയേണ്ടി വരിക, അല്ലേ?
തീർച്ചയായും ദേവിക, നമ്മൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ നൽകിയിരുന്നു. PV അൻവറിന് പിന്നിൽ ആരാണ് എന്ന വാർത്ത നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഉന്നയിച്ച നിരവധി ആരോപണങ്ങൾ, അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ്. പ്രത്യേകിച്ച് അദ്ദേഹം കരിയർമാരെ വെച്ച് ഇൻ്റർവ്യൂ അടക്കം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ വാർത്തകളിൽ നൽകിയിരുന്നു. ഇതിന് പിന്നിൽ ആരാണ് എന്നതെല്ലാം തന്നെ, കാരണം അദ്ദേഹം സംഘടിപ്പിച്ച പൊതുപരിപാടികളിലടക്കം ഒരു വൻ ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. ഇത് CPM തന്നെ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നിൽ മതമൗലികവാദ സംഘടനകൾ, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇതിന് പിന്നിൽ എന്നത് അടക്കം അദ്ദേഹം CPM തന്നെ കൃത്യമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നലെ നയപ്രഖ്യാപനത്തിലും നമ്മൾ കണ്ടത്. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലായിരുന്നു ഇത്തരത്തിൽ PV അൻവർ സംഘടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഘടന, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നിലവിൽ അദ്ദേഹം രൂപീകരിച്ചിട്ടില്ല, ഒരു സംഘടനയാണ് രൂപീകരിച്ചത്. ആ രാഷ്ട്രീയ സംഘടനയുടെ നയപ്രഖ്യാപനത്തിലും കൃത്യമായൊരു ന്യൂനപക്ഷ പ്രീണനം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള മതമൗലികവാദ സംഘടനകൾ ഉന്നയിച്ചിരുന്ന ആവശ്യമാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കുക എന്നത്. കാരണം ഇവിടെ ഒരു വലിയ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്ന ഒരു ആവശ്യം അവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ നയത്തിൽ, അവരുടെ ഒരു നയപ്രഖ്യാപനത്തിലും നിറഞ്ഞു നിന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില വിഷയങ്ങളും, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജനാധിപത്യ രീതിയിൽ കൊണ്ടുവന്ന ഒരു നിയമമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. പക്ഷേ ഇതിനെയെല്ലാം പൂർണ്ണമായും തന്നെ നിരാകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു നയം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ട്. എന്തായാലും കൃത്യമായി അൻവറിന് പിന്നിൽ ആരാണ് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ കൂടിയായിരുന്നു ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിൽ നടന്ന നയപ്രഖ്യാപന വിശദീകരണ യോഗം. അതുതന്നെയാണ് നമ്മൾ നേരത്തെയും ആവർത്തിച്ചത്. കാരണം അദ്ദേഹത്തിന് പിന്നിൽ കൃത്യമായ ഒരു വലിയ മാഫിയ സംഘം തന്നെ ഉണ്ട് എന്ന കാര്യമെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. DMK, തമിഴ്നാട്ടിലെ DMK കക്ഷിയുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കാനാണ് നിലവിൽ അൻവറിൻ്റെ തീരുമാനം. പക്ഷേ DMKയുടെ ഒരു വിഭാഗം പൂർണ്ണമായും ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം നിലവിൽ CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് DMK. ആ CPMൽ നിന്നും, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും വിമതനായി പോയ ഒരു വ്യക്തിയോട് കൂട്ടുവേണ്ട എന്ന ഒരു നിലപാട് അവരുടെ ഒരു വിഭാഗം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DMKയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യമെല്ലാം തന്നെ, അത്തരത്തിലുള്ള ആശങ്കകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ DMKയുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഇന്നലെയും അൻവർ വൈകിട്ട് നയപ്രഖ്യാപന പൊതുയോഗത്തിൽ ഇന്നലെയും പറഞ്ഞിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ ഓരോ നീക്കങ്ങളും അതീവ നിർണായകം തന്നെയാണ്. ദേവിക, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. NK പ്രേമചന്ദ്രനെതിരെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ. കൊല്ലം എറണാകുളം മെമു ട്രെയിനിന്റെ സ്വീകരണത്തിനിടെയായിരുന്നു പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധമുണ്ടായത്. ഹിന്ദു വിരുദ്ധ പരാമർശം ആരോപിച്ചും മെമു ട്രെയിനിനായി MP ഒന്നും ചെയ്തില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. മനോജ് ചേരുന്നു. മനോജ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇന്ന് രാവിലെ 5:55 കൂടിയാണ് പുതിയ മെമു ഈ പ്രവർത്തനം ആരംഭിച്ചത്. കൊല്ലത്ത് നിന്നും യാത്ര തിരിച്ച ട്രെയിൻ, അതിലേക്ക് MP കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ എന്നിവർ കയറുകയും അതോടൊപ്പം തന്നെ പെരിനാട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ അവിടെ എത്തിയത്. ഈ NK പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ള ഈ ഹിന്ദുവിരുദ്ധ പരാമർശവും അതുപോലെ തന്നെ മെമു ട്രെയിനിനായി MP ഒന്നും ചെയ്തിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു പ്രതിഷേധം. നിരവധി പ്രവർത്തകരാണ് ഈ പെരിനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. അവിടെ മെമു എത്തിയ സമയത്തായിരുന്നു ഇത്തരത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതും അതോടൊപ്പം തന്നെ മോദി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചതും. കാരണം കേന്ദ്ര സർക്കാരാണ് ഈ ഒരു ട്രെയിൻ, ഈ മെമു, അതായത് കൊല്ലം മുതൽ കോട്ടയം വഴി എറണാകുളത്തേക്ക് പോകുന്ന മെമു ട്രെയിൻ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അത് യാത്രക്കാരുടെ ഏറെ നാളത്തെ ഒരു ആവശ്യം തന്നെയായിരുന്നു. കാരണം പാലരുവി വേനാട് എക്സ്പ്രസ് പോലുള്ള അതിലൊക്കെ തിരക്ക് അത്രയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മെമു അനുവദിച്ച് കിട്ടിയതിൽ യാത്രക്കാരും സന്തോഷത്തിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ MP-മാർ ഇതിലേക്ക് എത്തുകയും തുടർന്ന് പലതരത്തിലുള്ള സ്വീകരണങ്ങൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഓരോ മേഖലയിലും ഓരോ സ്റ്റേഷനുകളിലും തയ്യാറാക്കിയത്. ഇതിനെതിരെയാണ് BJP കൃത്യമായും മോദി സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അതോടൊപ്പം തന്നെ ഈ NK പ്രേമചന്ദ്രനെതിരെയും പ്രതിഷേധമുയർത്തിയത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.
ഇനി ഒരു മഞ്ഞപ്പടയുടെ വാർത്തയാണ്. കൊച്ചിയിൽ ഒരു മഞ്ഞപ്പടയുണ്ടെങ്കിൽ ഇവിടെ തലസ്ഥാനത്തുമുണ്ട് ഒരു മഞ്ഞപ്പട. തിരുവനന്തപുരം കൊമ്പൻസിന്റെ സ്വന്തം ആരാധക കൂട്ടായ്മയായ സൗത്ത് കോസ്റ്റ് ട്രൂപ്പേഴ്സിന്റെ വിശേഷങ്ങൾ കാണാം ഇനി. സൂപ്പർ ലീഗ് കേരളയിൽ കൊമ്പൻസ് ഇന്ന് 4ാം മത്സരത്തിലിറങ്ങുമ്പോൾ ആരാധകരെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ്. നമ്മൾക്കറിയാം കൊച്ചിയിലെ മഞ്ഞപ്പട വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഒരു മഞ്ഞപ്പടയുണ്ട്. അത് ഇവിടുത്തെ ആരാധക കൂട്ടായ്മയായ സൗത്ത് ഈസ്റ്റ് ട്രൂപ്പേഴ്സ് ആണ്. നമുക്ക് പരിചയപ്പെടാം. മത്സരം നമുക്ക് പോസിറ്റീവാണ്. നമ്മളെ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് മസ്റ്റ് വിൻ മാച്ചാണ്. നമുക്കറിയാം ഇത്ര ദിവസത്തെ പെർഫോമൻസ് 3 ഡ്രോയും 1 വിന്നും മാത്രമേ ഉള്ളൂ. ടേബിൾ നമുക്ക് മുന്നോട്ട് പോകാനും കാണും. ഇതും പോകുന്നതോറും മാച്ച് ടഫായി വരത്തുള്ളൂ. കാരണം ടേബിൾ എല്ലാം ടൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്ലേ ഓഫിലോട്ട് സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇന്നത്തെ മാച്ച് മസ്റ്റ് വിന്നാണ്. പിന്നെ കാലിക്കറ്റും സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. നമ്മൾ അവരുമായിട്ട് ഓൾറെഡി ഒരു മാച്ച് കളിച്ച് തന്നെ കാലിക്കറ്റ് പോയി ഡ്രോ ആയിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് ജയിച്ചേ പറ്റുള്ളൂ എന്ത് വന്നാലും. പിന്നെ നമുക്ക് മോട്ടയുടെ കഴിഞ്ഞ മാച്ചിലെ പെർഫോമൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവാണ്. പിന്നെ അറ്റാക്കിങ് കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പായെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് നമുക്ക് മാച്ച് നമ്മൾ നല്ല രീതിയിൽ ജയിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ആരാധക കൂട്ടായ്മ തുടങ്ങിയിട്ട് കുറേ ആയോ അതോ ഈ ഇതിനു വേണ്ടി മാത്രം? നമ്മൾ എസ് എൽ കെയുടെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് തൊട്ട് നമ്മൾ തിരുവനന്തപുരം ടീം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം ആ സമയത്ത് ഈ പുള്ളിയാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പം നമ്മൾ ഒരു ഫാൻ പേജിലൂടെ തുടങ്ങിയതാണ്. അങ്ങനെ പിന്നെ ടീമിന്റെ അനൗൺസ് ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് പ്രൊഫഷണൽ ടീമും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു ഫാൻ പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഫാൻ പേജ് കൂടെ തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്നായി ഒരു ഫാൻ മീറ്റ് നടത്തി. അങ്ങനെ നടത്തിയാണ് നമ്മളിപ്പോൾ എല്ലാവരും ഈ ഒറ്റക്കെട്ടായിട്ട് വലിയൊരു ഫാൻ ക്ലബ്ബായിട്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്തിന് വേണ്ടി ഇത്രയും ആരാധകരുണ്ടെന്നും നമ്മൾ ഫസ്റ്റ് മാച്ചിന് പോയപ്പോൾ 1-1 ഡ്രോ ആയിരുന്നു. പക്ഷേ അവർ വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥലത്താണ്. ഇത് നമ്മുടെ ടീം, നമ്മുടെ സ്ഥലം, നമ്മൾ തീരുമാനിക്കും ഇവിടെ നിന്ന് നടക്കണമെന്ന്. അത് കാണിക്കാനുള്ള വലിയ സ്റ്റേഡിയത്തിലൊക്കെ ഒരുപാട് നിയമാവലികൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ നിയമാവലികളൊക്കെ ഈ ക്ലബ്ബ് പാലിക്കുന്നു. ഉറപ്പായിട്ടും നമ്മുടെ ഫാൻ ക്ലബ്ബ് എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതൊരു പോലീസ് സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻ സംഭവം ഉണ്ടെന്ന് അറിയാം. പക്ഷേ നമ്മളതിനെ റെസ്പെക്ട് ചെയ്യുന്നത്. കാരണം SLK ഫസ്റ്റ് സീസണാണ്. അപ്പം ആദ്യമേ ഇങ്ങനത്തെ ബ്രേക്കൊക്കെ ഉണ്ടായാൽ അത് അവർക്ക് മുന്നോട്ട് സീസണുകളിൽ അവർക്ക് തന്നെ പ്രശ്നമാവും. നമ്മളതെല്ലാം മാനിച്ച് തന്നെയാണ് നടത്തുന്നത്. പക്ഷെ നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ എല്ലാം സെറ്റായിട്ട് നടത്തുന്നത്. ട്രൂപ്പേഴ്സ് എന്നുള്ളൊരു പേര് അതിൻ്റെ പിന്നിലെന്താ? സൗത്ത് കോസ്റ്റ് ട്രൂപ്പേഴ്സ് എന്ന് പറയുന്ന കാരണം സൗത്ത് സൈഡിൽ നിന്നും സൂപ്പർ ലീഗ് ഇത്രയും വലിയ പ്രൊഫഷണൽ ലീഗിൽ സൗത്ത് സൈഡിൽ നിന്ന് ആകെ ഒറ്റ ക്ലബ്ബേ ഉള്ളൂ. നമ്മൾ തിരുവനന്തപുരം കൊമ്പൻസ്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഫാൻ സൈഡ് നോക്കുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ബാക്കിയുള്ള 6 ഡിസ്ട്രിക്റ്റിനും കൂടെ ചേർത്ത് പറ്റുന്ന ഒരു പേര് നമ്മൾ വേണമെന്ന് തോന്നി ഞങ്ങൾ കുറേ തീരുമാനിച്ചെടുത്ത പേരാണ് സൗത്ത് കോസ്റ്റ് ട്രൂപ്പേഴ്സ്. സൗത്ത് കോസ്റ്റിൻ്റെ സൗത്ത് സൈഡിൽ നിന്നുള്ള 6 ഡിസ്ട്രിക്റ്റിലായിട്ട് ഒരൊറ്റ ഫാൻ ക്ലബ്ബായിട്ട് ഞങ്ങൾ ഒറ്റ ക്ലബിൻ്റെ ഒറ്റ ഫാൻ ക്ലബ്ബായിട്ട് കൊട്ടയ്ക്ക് നിൽക്കുക. അത് തന്നെയാണ് ഞങ്ങൾ. കൊച്ചിയിലെ മഞ്ഞപ്പട വലിയ ആവേശത്തിലാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഈ ആരാധക കൂട്ടായ്മയും വലിയ ആവേശത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവരോട് ക്യാമറമാൻ അനുജിനോടൊപ്പം ഹരികൃഷ്ണൻ KS, ജനം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വാർത്താ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. രാവിലെ മുതൽ തന്നെ വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ വന്ന പല കമന്റുകളും വായിക്കാനും പറ്റിയില്ല. ധാരാളം കമന്റുകളും ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് ഉണ്ട്. എന്തായാലും പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.